Hi, hello, good evening everyone. So, നമ്മുടെ 10th CBSE 10th ബയോളജിയുടെ ഒരു ചാപ്റ്റർ ആയിട്ടാണ് ഇന്ന് ഇവിടെ ലൈവിന് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഓൾറെഡി മിസ് ഈ ചാപ്റ്റർ എടുത്താണ്. ചാപ്റ്റർ ഏതാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. നമ്മുടെ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്ന് പറയുന്ന ബയോളജിയുടെ ചാപ്റ്റർ ആണ്. അപ്പോൾ ഫസ്റ്റ് മിസ് തന്നെ ഇതിനു മുമ്പ് ഒരു ലൈവ് പോയിട്ടുണ്ടായിരുന്നു അല്ലേ. കുറച്ച് നാൾ മുമ്പ് കുറച്ച് ആഴ്ചകൾ 2-3 ആഴ്ച മുമ്പ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് അത് മിസ്സിന് കംപ്ലീറ്റ് ആയിട്ട് എടുക്കാൻ പറ്റിയില്ല. ഓക്കെ, അപ്പം അന്ന് അവസാനത്തെ കുറച്ച് പോർഷൻസ് ഒക്കെ നമ്മൾ കുറച്ച് സ്പീഡിലാണ് പോയത്. അപ്പോൾ ആ പോർഷൻസ് ഇന്ന് നമ്മൾ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാം. ഓക്കെ, അപ്പോൾ ഇവിടെ ആരൊക്കെ ഉണ്ടെന്നൊന്ന് പറഞ്ഞേ. ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊന്ന് പറഞ്ഞേ ആരൊക്കെ ഉണ്ട് എന്ന്. ഒരു ഹായ് ഒക്കെ ഇട്ടേ. പഠിക്കാൻ റെഡിയാണോ? ഓക്കെ, ഏതായിരുന്നു ചാപ്റ്റർ? ഏതായിരുന്നു? കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ. അതിൻ്റെ ഫസ്റ്റ് പോർഷൻ നമ്മൾ ആനിമൽസിലെയും പ്ലാന്റ്സിലെയും അല്ലേ, ആനിമൽസിലെയും പ്ലാന്റ്സിലെയും കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ആണ് ആ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ആനിമൽ കോർഡിനേഷനകത്ത് നമ്മുടെ ഹ്യൂമൻ കോർഡിനേഷനകത്ത് ഹ്യൂമൻ നെർവസ് സിസ്റ്റം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. ഡീറ്റെയിൽഡ് ആയിട്ട് ഹ്യൂമൻ നെർവസ് സിസ്റ്റം നോക്കിയിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പ്ലാന്റ് മൂവ്മെൻറ്റ്സ്, പ്ലാന്റ്സിലെ കൺട്രോൾ ആൻഡ് കോർഡിനേഷനും അതുപോലെ തന്നെ നമ്മുടെ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. ഹ്യൂമൻ ബീങ്സിൽ 2 മെക്കാനിസംസ് ഉണ്ട് ബോഡി ആക്ടിവിറ്റീസ് ഒക്കെ കൺട്രോൾ ചെയ്യാനും കോർഡിനേറ്റ് ചെയ്യാനും. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ നെർവസ് സിസ്റ്റമാണ്, അത് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ദെൻ പിന്നെ ഉള്ളത് നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റമാണ്, നമ്മുടെ ഹോർമോൺസിനെയൊക്കെ സെക്രീറ്റ് ചെയ്യുന്ന നമ്മുടെ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ഒക്കെ വരുന്ന നമ്മുടെ ആ ഒരു എൻഡോക്രൈൻ സിസ്റ്റമാണ് പിന്നെ ഉള്ളത്. പിന്നെ നമ്മൾ പ്ലാന്റ്സിലെ കാര്യം പറയുമ്പോൾ പ്ലാന്റ് മൂവ്മെൻറ്റ്സ് ഒക്കെ നമ്മൾ ആ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ലാഗ് അടിക്കാതെ നമുക്ക് ടോപ്പിക്സിലേക്ക് പോവാം. നമ്മൾ ഫസ്റ്റ് നോക്കാൻ വേണ്ടി പോകുന്നത് കോർഡിനേഷൻ ഇൻ പ്ലാന്റ്സ് ആണ്. ഓക്കെ, പ്ലാന്റ്സിലെ കോർഡിനേഷൻ. അതിൽ നമ്മൾ കഴിഞ്ഞ ഒരു സെഷനിൽ ഇത് ഒന്ന് ജസ്റ്റ് മിസ് കുറച്ച് സ്പീഡിൽ പറഞ്ഞു പോയിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നെർവസ് സിസ്റ്റത്തിൻ്റെ പാർട്സും ബ്രെയിനിൻ്റെ സ്ട്രക്ചറും ഒക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം പ്ലാന്റ്സിലെ കോർഡിനേഷൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്ലാന്റ് മൂവ്മെൻറ്റ്സ് ആണ്. ഓക്കെ, പ്ലാന്റ്സിന് മൂവ്മെൻറ്റ് ഉണ്ടോ? പ്ലാന്റ്സിൽ മൂവ്മെൻ്റ് ഉണ്ടോ? ഇപ്പം നമ്മുടെ വീട്ടിൽ ഫ്രണ്ടിൽ അല്ലേ, നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഉള്ള ഒരു ചെടി നാളെ ആകുമ്പോൾ മൂവ് ചെയ്ത് വീടിൻ്റെ ബാക്കിലേക്ക് വരാറുണ്ടോ? പ്ലാന്റ്സിൽ മൂവ്മെൻറ്റ്സ് ഉണ്ടോ? പ്ലാന്റ്സിന് ഫ്രം എ പ്ലേസ് ടു അനദർ പ്ലേസ് ആ ഒരു ലോക്കമോഷൻ ആബ്സെൻ്റ് ആണ്. ഓക്കെ, നമുക്ക് ഇപ്പം ഞാനിവിടെ നിൽക്കുന്നു, എനിക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റും അല്ലേ. എനിക്ക് ലോക്കമോഷൻ ഉണ്ട്, പ്ലേസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ പ്ലാന്റ്സിന് എന്തില്ല? ലോക്കമോഷൻ ഇല്ല. ഒരു പ്ലേസിൽ നിന്ന് വേറൊരു പ്ലേസിലേക്ക് മൂവ് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ, ലോക്കമോഷൻ ഇല്ല. പക്ഷേ സ്റ്റിൽ പ്ലാന്റ് മൂവ്മെൻറ്റ്സ് ഉണ്ട്. അതായത് അവരവിടെ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ നിന്നിട്ട് അവർക്ക് കുറേ മൂവ്മെൻറ്റ്സ് കാണിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ആ പ്ലാന്റ് മൂവ്മെൻറ്റ്സിനെ നമുക്ക് 2 ആയിട്ട് പറയാം. എന്തൊക്കെയാണ്? ഗ്രോത്ത് ഇൻഡിപെൻഡൻറ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സും ഉണ്ട്, ഗ്രോത്ത് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സും ഉണ്ട്. ഗ്രോത്ത് ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുമ്പം ഗ്രോത്തിന് വേണ്ടി അല്ലാത്തത്. ഓക്കെ, മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട് പക്ഷേ അത് ഗ്രോത്തിന് വേണ്ടിയിട്ടല്ല. നമ്മളതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ കാണുന്നത് നമ്മുടെ മൈമോസ പ്യൂഡിക്കയാണ് അല്ലേ. ടച്ച് മീ നോട്ട് പ്ലാന്റ് ആണ് ബെസ്റ്റ് എക്സാമ്പിൾ. ഓക്കെ, ടച്ച് മീ നോട്ട് പ്ലാന്റ്. എന്താണ് ടച്ച് മീ നോട്ട് പ്ലാന്റ്? നമ്മുടെ തൊട്ടാവാടി ചെടി അല്ലേ. നമ്മളൊന്ന് ടച്ച് ചെയ്ത് കഴിയുമ്പോൾ, ടച്ച് എന്ന് പറയുന്ന ഒരു സ്റ്റിമുലസ് കിട്ടി കഴിയുമ്പോൾ അതിൻ്റെ ലീവ്സ് എന്ത് ചെയ്യും? ഫോൾഡ് ചെയ്യും. ഓക്കെ, അതാണ് നമ്മുടെ ഇൻഡിപെൻഡൻറ്റ്, ഗ്രോത്തിന് വേണ്ടിയിട്ടല്ലാത്തത്. പെട്ടെന്ന് ഒരു സ്റ്റിമുലസ് കിട്ടുന്നു, അതിനോടത് റെസ്പോണ്ട് ചെയ്യുന്നു. ഓക്കെ, എക്സാമ്പിളാണ് നമ്മുടെ ടച്ച് മീ നോട്ട് പ്ലാന്റ്. ഓക്കെ, പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ് ഒക്കെ ഇല്ല. ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ് ഫോർ എക്സാമ്പിൾ പിക്ചർ പ്ലാന്റ്, ഒരു ഫ്ലാസ്ക് ഷേപ്പിൽ ഒരു ലിഡൊക്കെ ആയിട്ടിരിക്കുന്ന ഒരു പിക്ചർ പ്ലാന്റ് ഉണ്ട്. അവിടെ ഇൻസെക്റ്റ് വന്നു കഴിയുമ്പോൾ അതിൻ്റെ ആ ലിഡ് ക്ലോസ് ചെയ്യും. ഓക്കെ, അതൊരു ടൈപ്പ് പ്ലാന്റ് മൂവ്മെൻ്റ് ആണ് അല്ലേ. അതും എന്തിനു വേണ്ടിയിട്ടല്ല? ഗ്രോത്തിന് വേണ്ടിയിട്ടല്ല. അവിടെ ആ ഒരു ഇൻസെക്റ്റ് വന്നിരിക്കുമ്പോൾ ഒരു ഫുഡ് ക്യാപ്ചറിങ്ങിന് വേണ്ടിയിട്ട് നടക്കുന്ന ഒരു മൂവ്മെൻ്റ് ആണ് അല്ലേ. അതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? ഇൻഡിപെൻഡൻറ്റ് ഗ്രോത്തിന് എക്സാമ്പിളാണ്. ഓക്കെ, ഗ്രോത്തിന് വേണ്ടി അല്ലാതെ നടക്കുന്നത്. നമ്മുടെ ടെക്സ്റ്റ് പറഞ്ഞിരിക്കുന്ന എക്സാമ്പിളാണ് ടച്ച് മീ നോട്ട് പ്ലാന്റിൻ്റേത്. പിന്നെ പറയുന്നത് ഡിപ്പെൻഡൻ്റ് ഓൺ ഗ്രോത്ത്, അതായത് ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള മൂവ്മെൻറ്റുകൾ. അതിന് ബെസ്റ്റ് എക്സാമ്പിളാണ് ദ ഗ്രോത്ത് ഓഫ് ഷൂട്ട് ടുവേർഡ്സ് ദ സൺലൈറ്റ്. പ്ലാന്റിൻ്റെ ഷൂട്ട് സൺലൈറ്റിൻ്റെ ഡയറക്ഷനിലേക്ക് ഗ്രോ ചെയ്യുന്നു. ആ ഫിനോമിനനെ നമ്മൾ പറയുന്നത്? ആ ഫിനോമിനനെ നമ്മൾ എന്ത് പറയും? പ്ലാന്റ്സിൻ്റെ ഷൂട്ട് സൺലൈറ്റിൻ്റെ ഡയറക്ഷനിലേക്ക് ഗ്രോ ചെയ്യുന്നു. ഓക്കെ, അതിനെന്താ പറയുക? ഫോട്ടോട്രോപ്പിസം എന്ന് പറയും അല്ലേ. ആ ഒരു മെക്കാനിസം അല്ലെങ്കിൽ ആ ഒരു ഫിനോമിനനെ നമ്മൾ എന്ത് പറയും? ഫോട്ടോട്രോപ്പിസം. ഓക്കെ, ഈ ഇൻഡിപെൻഡൻറ്റ് ഗ്രോത്ത് എന്ന് പറയുമ്പം ഇൻഡിപെൻഡൻറ്റ് ഗ്രോത്തിനെ നമ്മൾ നാസ്റ്റിക് മൂവ്മെൻറ്റ്സ് എന്ന് പറയും. ഓക്കെ, ഇൻഡിപെൻഡൻറ്റ് ഗ്രോത്തിന് നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് നാസ്റ്റിക് മൂവ്മെൻറ്റ്സ്.
ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഡിപ്പെൻഡൻറ്റ് ഓൺ ഗ്രോത്ത് മൂവ്മെൻറ്റ്സ് ഫോർ ഗ്രോത്ത് അതിന് നമ്മൾ പറയുന്നതാണ് ട്രോപ്പിക് മൂവ്മെൻറ്റ്സ്. ട്രോപ്പിക് മൂവ്മെൻറ്റ്സ്. സോ എന്താണ് പ്ലാന്റ്സിൽ 2 ടൈപ്പ് മൂവ്മെൻറ്റ് ഉണ്ട്. എന്താണ് നാസ്റ്റിക് മൂവ്മെൻറ്റ്സും ട്രോപ്പിക് മൂവ്മെൻറ്റ്സും അല്ലേ. നാസ്റ്റിക് മൂവ്മെൻറ്റ്സ് എന്താണ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഗ്രോത്ത് ആണ്, ഗ്രോത്തിന് വേണ്ടി അല്ലാത്തത്. ദെൻ ട്രോപ്പിക് മൂവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള മൂവ്മെൻറ്റുകൾ. ഓക്കെ, സോ അതിന് എക്സാമ്പിളാണ് ഫോട്ടോട്രോപ്പിസം, സൺലൈറ്റിൻ്റെ ഡയറക്ഷനിലേക്ക് നമ്മുടെ പ്ലാന്റ്സിൻ്റെ ഷൂട്ട് ഗ്രോ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ വേണ്ടി പോവാണ്. ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഗ്രോത്ത്. ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഗ്രോത്ത് എന്ന് പറയുമ്പോൾ എന്ത് ടൈപ്പ് മൂവ്മെൻ്റ് ആണത്? നാസ്റ്റിക് മൂവ്മെൻ്റ് ആണ് അല്ലേ. നാസ്റ്റിക് മൂവ്മെൻറ്റ്. നാസ്റ്റിക് മൂവ്മെൻ്റ് ആണ്. എന്താണ്? മൂവ്മെൻറ്റ് വിച്ച് ആർ നോട്ട് ഗ്രോത്ത് റിലേറ്റഡ്, ഗ്രോത്തിന് വേണ്ടി അല്ലാത്തതാണ് നമ്മളതിനെ നാസ്റ്റിക് മൂവ്മെൻറ്റ്സ് എന്ന് പറയും. ദെൻ എന്താണ് ഇമ്മീഡിയറ്റ് ആയിട്ടായിരിക്കും നടക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ടച്ച് മീ നോട്ട് പ്ലാന്റിൽ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ ആ സ്പോട്ടിൽ എന്താണ് അത് അവിടെ ഫോൾഡ് ആയിപ്പോൾ അതിൻ്റെ ലീവ്സ് ഫോൾഡ് ആകും അല്ലേ. അത് ഇമ്മീഡിയറ്റ് ആയിട്ട് നടക്കുകയാണ് അല്ലേ. ഇമ്മീഡിയറ്റ് റെസ്പോൺസസ് ടു സ്റ്റിമുലസ്. ഇപ്പം പിക്ചർ പ്ലാന്റിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ആ ഒരു ഇൻസെക്റ്റ് അവിടെ വന്നിരിക്കുമ്പോൾ തന്നെ എന്താണ് അതിൻ്റെ ലിഡ് ക്ലോസ് ആകുകയാണ്, ഇമ്മീഡിയറ്റ് ആയിട്ട് നടക്കുകയാണ്. ഓക്കെ, അപ്പോൾ അത് ഗ്രോത്തിന് വേണ്ടിയിട്ടല്ല, സ്പോണ്ടേനിയസ് ആയിട്ട് പെട്ടെന്ന് നടക്കുകയാണ്. ആ ഒരു സ്റ്റിമുലസ് കിട്ടുന്നു, അവർ പെട്ടെന്ന് എന്താണ് റെസ്പോണ്ട് ചെയ്യുന്നു, മൂവ്മെൻറ്റ് നടക്കുന്നു. ദെൻ ഓക്കെ, ഇനി അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളൂടെ പറയുന്നതാണ് ഡ്രൂപ്പിംഗ് ഓഫ് ലീവ്സ് ഓഫ് ടച്ച് മീ നോട്ട് പ്ലാന്റ്. നാസ്റ്റിക് മൂവ്മെൻറ്റ്സ് കാണിക്കുന്ന ഒരു എന്താണ് ബെസ്റ്റ് എക്സാമ്പിളാണ് പ്ലാന്റ് ഏത് ടച്ച് മീ നോട്ട് പ്ലാന്റ്. പിന്നെ നമുക്ക് ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ് പറയാം. ഈ പിക്ചർ പ്ലാന്റ് പോലുള്ള ഇൻസെക്ടിവോറസ് പ്ലാന്റ്സും എന്താണ് ഈ ഒരു നാസ്റ്റിക് മൂവ്മെൻറ്റ്സ് കാണിക്കുന്ന പ്ലാന്റ്സിന് എക്സാമ്പിളാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് ഡിപ്പെൻഡൻറ്റ് ഓൺ ഗ്രോത്ത്. ഡിപ്പെൻഡൻറ്റ് ഓൺ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ അത് എന്ത് ടൈപ്പ് മൂവ്മെൻ്റ് ആണ്? ഗ്രോത്ത് റിലേറ്റഡ് മൂവ്മെൻറ്റ്സ് ആണ് അല്ലേ. ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള മൂവ്മെൻറ്റ്സ് ആണ്. അതിനെ നമ്മൾ എന്തെന്ന് പറയും? ട്രോപ്പിക് മൂവ്മെൻറ്റ്സ് എന്ന് പറയും. ഓക്കെ, ഗ്രോത്തിന് വേണ്ടിയിട്ട് നടക്കുന്ന മൂവ്മെൻറ്റ്സ് ആണ്, അതിനെ നമ്മൾ ട്രോപ്പിക് മൂവ്മെൻറ്റ്സ് എന്ന് പറയും. എന്താണ് ഇത്? കമ്പാരിറ്റീവ്ലി എന്താണ് സ്ലോ ആയിട്ട് കുറച്ച് സമയം എടുത്തായിരിക്കും നടക്കുക. നാസ്റ്റിക് മൂവ്മെൻറ്റ്സ് എങ്ങനെ നടക്കുമെന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് പെട്ടെന്ന് സ്പോണ്ടേനിയസ് സ്റ്റിമുലസ് കിട്ടുന്നു, പ്ലാന്റ് റെസ്പോൺസ് കാണിക്കുന്നു. ഈ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ളതെന്ന് പറയുമ്പോൾ കുറച്ച് എന്താണ് സമയം എടുത്ത് സ്ലോ മൂവ്മെൻറ്റ്സ് ആയിരിക്കും. ഓക്കെ, ദീസ് ആർ ഡയറക്ഷണൽ മൂവ്മെൻറ്റ്സ്. അതിനൊരു ഡയറക്ഷൻ കാണും, സ്റ്റിമുലസിൻ്റെ ഡയറക്ഷൻ. ഇപ്പം നമ്മൾ ഫോട്ടോട്രോപ്പിസം പറയുമ്പോൾ എന്താണ് സൺലൈറ്റിൻ്റെ ഡയറക്ഷനിലേക്ക് ഷൂട്ട് ഗ്രോ ചെയ്യുന്നു അല്ലേ. അവിടെ ഡയറക്ഷണൽ മൂവ്മെൻ്റ് ആണ്. ആ സ്റ്റിമുലസിൻ്റെ ഡയറക്ഷൻ്റെ ബേസിസിലായിരിക്കും ആ ഒരു മൂവ്മെൻറ്റ് അവിടെ നടക്കുക. ഓക്കെ, ദെൻ ട്രോപ്പിക് മൂവ്മെൻറ്റ്സ് ആർ സ്ലോ. ട്രോപ്പിക് മൂവ്മെൻറ്റ്സ് എന്താണ്? സ്ലോ ആണ്. നാസ്റ്റിക് മൂവ്മെൻറ്റ്സ് എന്തായിരുന്നു? നാസ്റ്റിക് മൂവ്മെൻറ്റ്സ് ഇമ്മീഡിയറ്റ് ആയിട്ട് നടക്കുന്നതായിരുന്നു അല്ലേ. എന്താണ് ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ആയിരുന്നു. മറ്റേത് എന്താണ് സ്ലോ ആയിട്ടുള്ള മൂവ്മെൻ്റ് ആണ്. ഓക്കെ, ദെൻ നമ്മുടെ ക്ലൈംബേഴ്സിൻ്റെ ഒക്കെ കാര്യം നോക്കുമ്പം ഇവിടെ എന്താണ് ഇവിടെ മൂവ്മെൻ്റ് ഉണ്ട് അല്ലേ. നമ്മുടെ ഈ ക്ലൈംബേഴ്സിൻ്റെ ടെൻഡ്രിൽസ് മോഡിഫിക്കേഷൻസ് ആണ് അല്ലേ. ക്ലൈംബേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ് അവർക്കൊരു സപ്പോർട്ട് വേണം. ആ ഒരു സപ്പോർട്ടിലാണ് സപ്പോർട്ട് കിട്ടിക്കഴിയുമ്പോഴാണ് എന്താ സപ്പോർട്ട് പിടിച്ചാണ് അവർ ഗ്രോ ചെയ്യുക. അവരുടെ സ്റ്റെം എന്ന് പറയുമ്പോൾ ഭയങ്കര വീക്കായിട്ടുള്ള അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള സ്റ്റെം ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിന് ഒരു സപ്പോർട്ട് കിട്ടിക്കഴിയുമ്പോഴാണ് എന്താ ആ ഒരു സപ്പോർട്ടേലാണ് അവർ ഗ്രോ ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ ഒരു സപ്പോർട്ടേൽ പിടിച്ചു നിൽക്കാൻ ഈ പ്ലാന്റിനെ ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സാണ് ടെൻഡ്രിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ടെൻഡ്രിൽസ് എന്ന് പറയും. എന്താണ് ആ ടെൻഡ്രിൽസിൻ്റെ ഗ്രോത്ത്? ഓക്കെ, അതൊരു ഗ്രോത്ത് വേരിയേഷനാണ്. ഇപ്പം ആ സപ്പോർട്ടിൻ്റെ അടുത്തുള്ള പോർഷൻ എന്തായിരിക്കും? അടുത്തുള്ള ടെൻഡ്രിലിന് ഗ്രോത്ത് കുറവായിരിക്കും, കുറച്ച് ഡിസ്റ്റൻസിലുള്ളവർ കൂടുതലായിട്ട് ഗ്രോ ചെയ്യും. ഓക്കെ, അപ്പോൾ ടെൻഡ്രിൽസിൻ്റെ കാര്യം പറയുമ്പോഴും അത് എന്തിന് എക്സാമ്പിളാണ്? പ്ലാന്റ് മൂവ്മെൻറ്റിൽ. ഓക്കെ, മൂവ്മെൻറ്റിന് എക്സാമ്പിളാണ്. അതൊരു ട്രോപ്പിക് മൂവ്മെൻ്റ് ആണ്, ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ളതല്ലേ. സോ അതൊരു ട്രോപ്പിക് മൂവ്മെൻ്റ് ആണ്. ഓക്കെ, ഇനി നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രോപ്പിക് മൂവ്മെൻറ്റ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ട്രോപ്പിക് മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ളതാണ് അല്ലേ. ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. സ്റ്റിമുലസിൻ്റെ ബേസിസിൽ ഓക്കെ സ്റ്റിമുലസിൻ്റെ ബേസിസിൽ നമുക്ക് ട്രോപ്പിക് മൂവ്മെൻറ്റ്സിനെ പലതായിട്ട് പറയാം. ഓക്കെ, പല ടൈപ്പ് എന്താണ് ട്രോപ്പിക് മൂവ്മെൻറ്റ്സ് ഉണ്ട്. എന്തൊക്കെയാണ്? ഫോട്ടോട്രോപ്പിസം, ജിയോട്രോപ്പിസം, തിഗ്മോട്രോപ്പിസം, ഹൈഡ്രോട്രോപ്പിസം ആൻഡ് കീമോട്രോപ്പിസം. Okay, these are different types of tropic movements based on the stimulus. സ്റ്റിമുലസിനെ വെച്ചിട്ടാണ് നമ്മൾ പറയാം. ഓക്കെ, ഫോട്ടോട്രോപ്പിസം എന്ന് പറയുമ്പോൾ അവിടെ സ്റ്റിമുലസ് എന്തായിരിക്കും? ഫോട്ടോ മീൻസ് ലൈറ്റ് അല്ലേ. ലൈറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു നെയിമാണ്, ഒരു ടേം ആണ് എന്ത് നമ്മൾ ഫോട്ടോ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടുത്തെ സ്റ്റിമുലസ് എന്താണ്? ലൈറ്റ് ആണ്. ഓക്കെ, ലൈറ്റ് ഈസ് ദ സ്റ്റിമുലസ്. ദെൻ ജിയോട്രോപ്പിസം എന്ന് പറയുമ്പം അവിടുത്തെ സ്റ്റിമുലസ് എന്താണ്? ഗ്രാവിറ്റി ആണ്. ഓക്കെ, ഗ്രാവിറ്റി ആണ്. ദെൻ തിഗ്മോട്രോപ്പിസം എന്ന് പറയുമ്പം അവിടുത്തെ സ്റ്റിമുലസ് എന്താണ്? ടച്ച് ആണ്. ഓക്കെ, ടച്ച് ഈസ് ദ സ്റ്റിമുലസ്. ദെൻ ഹൈഡ്രോട്രോപ്പിസം എന്ന് പറയുമ്പം അവിടുത്തെ സ്റ്റിമുലസ് എന്താണ്? വാട്ടർ ആണ്. ഓക്കെ, വാട്ടർ ആണ്.
കീമോട്രോപ്പിസത്തിൽ എന്താണ് സ്റ്റിമുലസ്? കീമോട്രോപ്പിസത്തിലെ സ്റ്റിമുലസ് എന്താണ്? കെമിക്കൽസ് ആണ്, കെമിക്കൽസ്. ഓക്കെ, സോ എന്താണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്റ്റിമുലസ് അല്ലേ? സ്റ്റിമുലസിൻ്റെ ബേസിസിൽ എന്താണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രോപ്പിക് മൂവ്മെൻറ്റ്സ് ഉണ്ട്. ഇനി ഫോട്ടോട്രോപ്പിസം എന്താണെന്ന് നോക്കിയാൽ നമ്മൾ പറഞ്ഞു ഡയറക്ഷണൽ മൂവ്മെൻറ്റ്സ് ആണ് അല്ലേ? ട്രോപ്പിക് മൂവ്മെൻറ്റ്സ് എന്താണ്? ഡയറക്ഷണൽ മൂവ്മെൻറ്റ്സ് ആണ്. ഓക്കെ, സ്റ്റിമുലസിൻ്റെ ഡയറക്ഷനിലേക്കോ അതിൻ്റെ ഓപ്പോസിറ്റോ ആയിരിക്കും എന്താ ആ ഒരു മൂവ്മെൻറ്റ് നടക്കുക. ദ മൂവ്മെൻറ്റ് ഓഫ് പ്ലാന്റ് പാർട്സ് ടുവേർഡ്സ് ഓർ എവേ ഫ്രം ലൈറ്റ് അല്ലേ? ഒന്നെങ്കിൽ ലൈറ്റിൻ്റെ ഡയറക്ഷനിലേക്ക്. നമുക്കറിയാം ഷൂട്ട് എന്താണ്? ലൈറ്റിൻ്റെ ഡയറക്ഷനിലേക്കാണ് ഗ്രോ ചെയ്യുക. അതിനെ നമ്മൾ പോസിറ്റീവ് ഫോട്ടോട്രോപ്പിസം എന്ന് പറയും. പോസിറ്റീവ് ഫോട്ടോട്രോപ്പിസം, സൺലൈറ്റിൻ്റെ ഡയറക്ഷനിലേക്ക് ഷൂട്ട് ഗ്രോ ചെയ്യുന്നു. അതെന്താണ്? പോസിറ്റീവ് ഫോട്ടോട്രോപ്പിസം ആണ് അല്ലേ? ഇനി റൂട്ടിൻ്റെ കേസ് എടുത്താൽ എന്താണ്? അത് ആ സൺലൈറ്റിൻ്റെ ഡയറക്ഷനിലേക്കാണോ വളരുക? അല്ല, അത് ഗ്രോ ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് അല്ലേ? റൂട്ട് എങ്ങനെയാണ്? റൂട്ട്സ് ഗ്രോ എവേ ഫ്രം ലൈറ്റ്. അതെന്തിന് എക്സാമ്പിളാണ്? നെഗറ്റീവ് ഫോട്ടോട്രോപ്പിസം. അപ്പോൾ സൺലൈറ്റിൻ്റെ ഡയറക്ഷനിലേക്കാണ്, സ്റ്റിമുലസിൻ്റെ ഡയറക്ഷനിലേക്കാണ് മൂവ്മെൻ്റ് എങ്കിൽ നമ്മളതിനെ പോസിറ്റീവ് എന്ന് പറയും. സ്റ്റിമുലസിൻ്റെ ഓപ്പോസിറ്റ് ആണെങ്കിൽ നമ്മളതിനെ നെഗറ്റീവ് എന്ന് പറയും. ഓക്കെ, പോസിറ്റീവ് ഫോട്ടോട്രോപ്പിസം, നെഗറ്റീവ് ഫോട്ടോട്രോപ്പിസം. പോസിറ്റീവ് ഫോട്ടോട്രോപ്പിസത്തിന് ആരാണ് എക്സാമ്പിൾ? ഷൂട്ടാണ് എക്സാമ്പിൾ. നെഗറ്റീവ് ഫോട്ടോട്രോപ്പിസത്തിന് ആരാണ് എക്സാമ്പിൾ? റൂട്ടാണ് എക്സാമ്പിൾ. ഓക്കെ, ദെൻ ജിയോട്രോപ്പിസം. ജിയോട്രോപ്പിസത്തിൽ എന്താണ് സ്റ്റിമുലസ്? ഗ്രാവിറ്റി. ഓക്കെ, ദ മൂവ്മെൻറ്റ് ഓഫ് പ്ലാന്റ് പാർട്ട് ഇൻ റെസ്പോൺസ് ടു ഗ്രാവിറ്റി. ഗ്രാവിറ്റിയാണ് ജിയോട്രോപ്പിസത്തിലെ സ്റ്റിമുലസ് എന്ന് പറയുന്നത്. ദെൻ എന്താണ് എക്സാമ്പിൾ? പോസിറ്റീവ്ലി ജിയോട്രോപ്പിക് ആരാണ്? റൂട്ട്സ് ആണ്. കാരണം നമുക്കറിയാം റൂട്ട്സ് എന്താണ്? ഗ്രാവിറ്റിയുടെ ഡയറക്ഷനിലേക്ക്, ഡൗൺവാർഡ് മൂവ്മെൻ്റ് ആണ് അല്ലേ? താഴേക്കാണ് വളരുന്നത്, ഗ്രാവിറ്റിയുടെ ഡയറക്ഷനിലേക്കാണ് വളരുന്നത്. സോ റൂട്ട്സ് ഷോ എന്താണ്? പോസിറ്റീവ് ജിയോട്രോപ്പിസം. ഓക്കെ, ദെൻ റൂട്ട് പോസിറ്റീവ്ലി ജിയോട്രോപ്പിക് ആണ്. ഷൂട്ട്സോ ദേ ആർ നെഗറ്റീവ്ലി ജിയോട്രോപ്പിക്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് അല്ലേ? ഷൂട്ട് എങ്ങനെയാണ്? അപ്വാർഡ് ഗ്രോത്ത് ആണ് അല്ലേ? അപ്വാർഡ് മൂവ്മെൻ്റ് ആണ്, പൊക്കത്തേക്കാണ് ഗ്രോ ചെയ്യുക. സോ അതെന്താണ്? നെഗറ്റീവാണ്, ഗ്രാവിറ്റിയുടെ ഓപ്പോസിറ്റ് അല്ലേ? അതിനെ നമ്മൾ നെഗറ്റീവ്ലി ജിയോട്രോപ്പിക് എന്ന് പറയും. ദെൻ തിഗ്മോട്രോപ്പിസം. തിഗ്മോട്രോപ്പിസത്തിൽ സ്റ്റിമുലസ് എന്താണ്? ടച്ച് ആണ് അല്ലേ? ദ മൂവ്മെൻറ്റ് ഓഫ് പ്ലാന്റ് പാർട്സ് ഇൻ റെസ്പോൺസ് ടു ടച്ച്. ടച്ച് ആണ് തിഗ്മോട്രോപ്പിസത്തിലെ എന്തെന്ന് പറയുന്നത്? സ്റ്റിമുലസ് എന്ന് പറയുന്നത്. വീക്ക് സ്റ്റെംഡ് പ്ലാന്റ്സ് യൂസ് ട്വിന്നിങ് സ്റ്റെംസ് ആൻഡ് ടെൻഡ്രിൽസ് ടു ക്ലൈംബ് ഓൺ അതർ പ്ലാന്റ്സ്. ട്വിന്നിങ് സ്റ്റെംസ് ആൻഡ് ടെൻഡ്രിൽസ് പോസിറ്റീവ്ലി തിഗ്മോട്രോപ്പിക് അല്ലേ? അവിടെ ടച്ച് എന്ന് പറയുന്ന ആ ഒരു സ്റ്റിമുലസ് കിട്ടിക്കഴിയുമ്പോൾ എന്താണ്? അവർ ആ ഒരു ഡയറക്ഷനിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു ഡയറക്ഷനിലേക്ക് ഗ്രോ ചെയ്യുകയാണ്. ഓക്കെ, സോ അതാണ് തിഗ്മോട്രോപ്പിസം. ദെൻ ഹൈഡ്രോട്രോപ്പിസം. നമ്മുടെ തിഗ്മോട്രോപ്പിസത്തിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് പ്ലാന്റിൻ്റെ ടെൻഡ്രിൽസ് ആണ്. ഓക്കെ, ദെൻ ഹൈഡ്രോട്രോപ്പിസം എന്ന് പറയുമ്പം അവിടെ സ്റ്റിമുലസ് എന്താണ്? വാട്ടർ ആണ് അല്ലേ? റൂട്ട്സ് ആണ് പ്ലാന്റ്സിൽ എന്ത് ചെയ്യുന്നത്? വാട്ടറിനെയും മിനറൽസിനെയും ഒക്കെ അബ്സോർബ് ചെയ്യുന്നത്. സോ അവർ ആ വാട്ടറിൻ്റെ ഡയറക്ഷനിലേക്ക് ഗ്രോ ചെയ്യും. അതാണ് എന്ത്? ഹൈഡ്രോട്രോപ്പിസം. ഹൈഡ്രോട്രോപ്പിസത്തിൽ സ്റ്റിമുലസ് ആരാണ്? വാട്ടറാണ്. ദ മൂവ്മെൻറ്റ് ഓഫ് പ്ലാന്റ് പാർട്സ് ഇൻ റെസ്പോൺസ് ടു വാട്ടർ അല്ലേ? വാട്ടറിൻ്റെ ഡയറക്ഷനിലേക്ക് റൂട്ട് ഗ്രോ ചെയ്യുന്നു. അതാണ് ഹൈഡ്രോട്രോപ്പിസത്തിന് എക്സാമ്പിൾ. റൂട്ട്സ് ആർ പോസിറ്റീവ്ലി ഹൈഡ്രോട്രോപ്പിക്. ആ വാട്ടറിൻ്റെ ഡയറക്ഷനിലേക്കാണ് അല്ലേ റൂട്ട് ഗ്രോ ചെയ്യുക. സോ അതിനെ നമ്മൾ പോസിറ്റീവ്ലി ഹൈഡ്രോട്രോപ്പിക് എന്ന് പറയും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് കീമോട്രോപ്പിസം. കീമോട്രോപ്പിസത്തിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് എന്തെന്ന് പറയുന്നത് പോളൻ ട്യൂബിൻ്റെ ഗ്രോത്ത്. ഓക്കെ, പോളൻ ട്യൂബിൻ്റെ എഗ്ഗിൻ്റെ അടുത്തേക്ക് പോളൻ ട്യൂബ് ഗ്രോ ചെയ്യുന്നതാണ് കീമോട്രോപ്പിസത്തിൻ്റെ എക്സാമ്പിൾ. അതായത് എന്താണ്? അവിടെ കെമിക്കൽസ് ആണ് സ്റ്റിമുലസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഫെർട്ടിലൈസേഷനൊക്കെ നടന്നു കഴിയുമ്പോൾ നമ്മുടെ ഒവ്യൂൾ എന്താണ്? കുറച്ച് കെമിക്കൽസിനെ പ്രൊഡ്യൂസ് ചെയ്യും. സോ ആ ഒരു ഡയറക്ഷനിലേക്ക് എന്താണ്? പോളൻ ട്യൂബ് ഗ്രോ ചെയ്യും. അതാണ് കീമോട്രോപ്പിസം എന്ന് പറയുന്നത്. ഓക്കെ, കീമോട്രോപ്പിസത്തിൽ സ്റ്റിമുലസ് എന്താണ്? കെമിക്കൽസ് ആണ്. മൂവ്മെൻറ്റ് ഓഫ് പ്ലാന്റ് പാർട്സ് ഇൻ റെസ്പോൺസ് ടു കെമിക്കൽ സ്റ്റിമുലസ്. പോളൻ ട്യൂബ് ഗ്രോസ് ടുവേർഡ്സ് ദ ഒവ്യൂൾ. ഒവ്യൂളിൻ്റെ അടുത്തേക്ക് എന്താണ്? നമ്മുടെ പോളൻ ട്യൂബ് ഗ്രോ ചെയ്യുന്നതാണ് എന്തിന് എക്സാമ്പിൾ? കീമോട്രോപ്പിസത്തിന് എക്സാമ്പിൾ. പോസിറ്റീവ് കീമോട്രോപ്പിസം എന്ന് പറയും അല്ല? കെമിക്കലിൻ്റെ ഡയറക്ഷനിലേക്കാണ് ഗ്രോ ചെയ്യുക. ഓക്കെ, ദെൻ ഇവിടെ നോക്കിക്കേ, നമ്മളിപ്പോൾ കണ്ട എല്ലാ സ്റ്റിമുലസും എല്ലാ എന്താണ് ട്രോപ്പിക് മൂവ്മെൻറ്റ്സ് ഇവിടെയുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? ഫോട്ടോട്രോപ്പിസമാണ്. ഫോട്ടോട്രോപ്പിസമാണ്. ഇവിടെ നോക്കിയാൽ കണ്ടോ? ഷൂട്ട് സൺലൈറ്റിൻ്റെ ഡയറക്ഷനിലേക്ക് ഗ്രോ ചെയ്യുന്നു. അതെന്താണ്? പോസിറ്റീവ് ഫോട്ടോട്രോപ്പിസം ആണ്. റൂട്ട് എങ്ങനെയാണ്? താഴേക്ക് തന്നെയാണ് ഗ്രോ ചെയ്യുന്നത് അല്ലേ? താഴേക്ക് തന്നെയാണ് ഗ്രോ ചെയ്യുന്നത്. അതെന്തിന് എക്സാമ്പിളാണ്? നെഗറ്റീവ് ഫോട്ടോട്രോപ്പിസം ആണ് അല്ലേ? റൂട്ട് നെഗറ്റീവ് ഫോട്ടോട്രോപ്പിസം കാണിക്കും. ഷൂട്ട് എന്താണ്? പോസിറ്റീവ് ഫോട്ടോട്രോപ്പിസം കാണിക്കും. ഇനി നമ്മൾ ഈ പ്ലാന്റിനെ ഒന്ന് ചരിച്ചിട്ടു അല്ലേ? ഈ ചരിച്ചിട്ടാലും എന്താണ്? ഷൂട്ട് ഓൾവേസ് എങ്ങോട്ടേക്കേ പോകത്തുള്ളൂ? ആ സൺലൈറ്റിൻ്റെ ഡയറക്ഷനിലേക്കേ ഗ്രോ ചെയ്യത്തുള്ളൂ. ഓക്കെ, ഇങ്ങനെ മറിച്ചിട്ടെന്ന് വെച്ച് ഇത് സ്ട്രെയിറ്റ് പോവോ? ഇല്ല, അത് ഓൾവേസ് എന്താണ്? സൺലൈറ്റിൻ്റെ ഡയറക്ഷനിലേക്കേ ഗ്രോ ചെയ്യത്തുള്ളൂ.
ഓക്കെ. ആൻഡ് റൂട്ട് നോക്കിക്കേ, റൂട്ട് താഴേക്ക് തന്നെ ഗ്രോ ചെയ്യും. സോ ഷൂട്ട് എന്താണ്? പോസിറ്റീവ്ലി ഫോട്ടോട്രോപ്പിക് ആണ്. ആൻഡ് റൂട്ട് എന്താണ്? നെഗറ്റീവ്ലി ഫോട്ടോട്രോപ്പിക് ആണ്. ഈ ഒരു ഇമേജിൽ നിന്ന് തന്നെ നമുക്ക് ജിയോട്രോപ്പിസം പറയാം. എന്താണ് ജിയോട്രോപ്പിസം എന്ന് പറയുമ്പോൾ ഗ്രാവിറ്റി ആണ് അല്ലേ. റൂട്ട് എങ്ങോട്ടേക്കാണ്? ഡൗൺവേർഡ് ഗ്രോത്ത് ആണ് അല്ലേ, താഴേക്കാണ് ഗ്രോ ചെയ്യുക. അതായത് ഗ്രാവിറ്റിയുടെ ഡയറക്ഷനിലേക്കാണ് ഗ്രോ ചെയ്യുക. അതെന്താണ്? പോസിറ്റീവ് ജിയോട്രോപ്പിസം ആണ് അല്ലേ, പോസിറ്റീവ് ജിയോട്രോപ്പിസം ആണ്. പക്ഷേ ഷൂട്ട് എന്താണ്? ഓൾവേസ് ആ ഒരു അപ്രൈറ്റ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു സൺലൈറ്റിൻ്റെ ഡയറക്ഷനിലേക്കാണ്. സോ ഷൂട്ട് എന്താണ്? നെഗറ്റീവ്ലി ജിയോട്രോപ്പിക് ആണ്. ഓക്കെ. അപ്പോൾ ഫോട്ടോട്രോപ്പിസം കഴിഞ്ഞു. ഇവിടെ നമുക്ക് എന്ത് കാണാം? ഇത് നമ്മുടെ ക്ലൈംബറിൻ്റെ കാര്യം പറഞ്ഞാൽ. ഓക്കെ, ക്ലൈംബേഴ്സ് എന്ത് ചെയ്യും? ആ ഒരു ടച്ച് ഇവിടെ കണ്ടോ, ഇവിടെ ആ ഒരു സപ്പോർട്ട് കിട്ടിയപ്പോൾ അതിൻ്റെ അടുത്തേക്ക് ഗ്രോ ചെയ്യാണ് അല്ലേ, അതിൻ്റെ അടുത്തേക്ക് ഗ്രോ ചെയ്ത് അതിനെ സർക്കുലേറ്റ് ചെയ്തിട്ട് ആണ് വളരുന്നത്. അതും എന്താണ്? ട്രോപ്പിക് മൂവ്മെൻ്റ് ആണ് അല്ലേ, തിക്മോട്രോപ്പിസം ആണ്. ദെൻ ഇവിടെ നോക്കിയാൽ നമുക്ക് ഹൈഡ്രോട്രോപ്പിസത്തിൻ്റെ ഒരു ഇമേജ് കാണാം. ഓക്കെ, ഇവിടെ വാട്ടർ ഉണ്ട് അല്ലേ, വാട്ടർ ഉണ്ട്. വാട്ടറിൻ്റെ ഡയറക്ഷനിലേക്ക് ആര് മൂവ് ചെയ്യാണ്? ആര് ഗ്രോ ചെയ്യാണ്? റൂട്ട് ഗ്രോ ചെയ്യുകയാണ്. ഓക്കെ, ഇതെന്താണ്? വാട്ടറിൻ്റെ ഇവിടെ H2O കാണിച്ചിട്ടുണ്ട്, വാട്ടർ കാണിച്ചിട്ടുണ്ട്. ആ ഒരു ഡയറക്ഷനിലേക്കാണ് നമ്മുടെ റൂട്ട് ഗ്രോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതെന്താണ്? പോസിറ്റീവ്ലി ഹൈഡ്രോട്രോപ്പിക് ആണ് അല്ലേ, പോസിറ്റീവ് ഹൈഡ്രോട്രോപ്പിസം ആണ്. ദെൻ ഇവിടെ നോക്കിയാൽ നമുക്ക് കീമോട്രോപ്പിസം കാണാം അല്ലേ. ഇവിടെ പോളിനേഷൻ കഴിഞ്ഞു. ഓക്കെ, പോളിനേഷൻ, ഫെർട്ടിലൈസേഷൻ അല്ല, പോളിനേഷൻ കഴിഞ്ഞിട്ടാണ് കേട്ടോ. നമ്മൾ മിസ് ഫെർട്ടിലൈസേഷൻ എന്നാണ് അറിയാതെ പറഞ്ഞെന്ന് തോന്നുന്നു. പോളിനേഷൻ കഴിയുമ്പോഴാണ്. ഓക്കെ, പോളിനേഷൻ കഴിയുമ്പോൾ എന്താണ്? പോളിനേഷൻ കഴിയുമ്പോൾ ഇവിടെ പോളൻ ട്യൂബ്സ് ഗ്രോ ചെയ്യുന്നുണ്ട്. ഓക്കെ, പോളൻ ട്യൂബ് ജെർമിനേറ്റ് ചെയ്ത് വരും. ആ പോളൻ ട്യൂബ് കറക്റ്റായിട്ട് ഒവ്യൂളിനുള്ളിലാണ് ആരിയ്ക്കുന്നത്? എഗ് ഇരിക്കുന്നത്. ഓക്കെ, ഇതാണ് ഒവ്യൂള്. ഓക്കെ, ഇതാണ് ഒവ്യൂള്. ഇതിൻ്റെ ഉള്ളിൽ ആരുണ്ട്? എഗ് ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ ആരുണ്ട്? എഗ് ഉണ്ട്. സോ എന്താണ്? പോളിനേഷൻ കഴിയുമ്പം എന്താണ്? ഇവിടെ പോളൻ ഗ്രെയിൻസ് വരുന്നു. പോളൻ ഗ്രെയിൻസിൽ നിന്ന് പോളൻ ട്യൂബ് ജെർമിനേറ്റ് ചെയ്യുന്നു. ദെൻ ആ ഒരു പോളൻ ട്യൂബ് എന്താണ്? ഗ്രോ ചെയ്യുന്നു. ഓക്കെ, പോളൻ ട്യൂബ് ഗ്രോ ചെയ്യുന്നു. ഗ്രോ ചെയ്ത് ഒവ്യൂളിൻ്റെ അടുത്ത് എത്തണം. ഓക്കെ, ഒവ്യൂളിൻ്റെ അടുത്ത് എത്തിയാലേ ഉള്ളൂ എന്ത്? മെയിൽ ഗമീറ്റും ഫീമെയിൽ ഗമീറ്റ്. ഇത് ഫീമെയിൽ ഗമീറ്റ് ആണ് അല്ലേ, എഗ്. എഗ് എന്താണ്? ഫീമെയിൽ ഗമീറ്റ് ആണ്, ഫീമെയിൽ ഗമീറ്റ്. ഓക്കെ, ഈ പോളൻ ട്യൂബിനകത്ത് ആരുണ്ട്? മെയിൽ ഗമീറ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ മെയിൽ ഗമീറ്റിനെ എവിടെ എത്തിക്കണം? ഫീമെയിൽ ഗമീറ്റിൻ്റെ അടുത്ത് എത്തിക്കണം. അതിന് പോളൻ ട്യൂബ് എന്ത് ചെയ്യും? ആ ഒരു എഗ്ഗിൻ്റെ ഡയറക്ഷനിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഒവ്യൂളിൻ്റെ ഡയറക്ഷനിലേക്ക് ഗ്രോ ചെയ്യും. അത് ആ ഡയറക്ഷനിലേക്ക് തന്നെ ഗ്രോ ചെയ്യണമെങ്കിൽ എന്താണ്? ഈ പോളിനേഷൻ കഴിയുമ്പോൾ ഒവ്യൂള് കുറച്ച് കെമിക്കൽസിനെ സെക്രീറ്റ് ചെയ്യും. ആ കെമിക്കൽസിനെ ഡിറ്റക്റ്റ് ചെയ്തിട്ടാണ്, സെൻസ് ചെയ്തിട്ടാണ് പോളൻ ട്യൂബ് ആ ഒരു ഡയറക്ഷനിലേക്ക് വളരുക. ഓക്കെ, അപ്പോൾ അതാണ് എന്ത്? കീമോട്രോപ്പിസം എന്ന് പറയുന്നത്. അവിടെ കെമിക്കൽസ് ആണ് സ്റ്റിമുലസ്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് പ്ലാന്റ് ഹോർമോൺസ് ആണ്. അപ്പം പ്ലാന്റ് മൂവ്മെൻറ്റ്സ് എത്രയേ ഉള്ളൂ? എന്താണ്? നാസ്റ്റിക് മൂവ്മെൻറ്റ്സും ട്രോപ്പിക് മൂവ്മെൻറ്റ്സും. നാസ്റ്റിക് മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ട് നടക്കുന്നതാണ്, ഗ്രോത്ത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് ആണ്. ട്രോപ്പിക് മൂവ്മെൻറ്റ്സ് എന്താണ്? ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ളതാണ് അല്ലേ, ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ഡയറക്ഷണൽ മൂവ്മെൻറ്റ്സ് ആണ്, സ്ലോ മൂവ്മെൻറ്റ്സ് ആണ്. ഓക്കെ, ഇനി പറയുകയാണെങ്കിൽ പ്ലാന്റ് ഹോർമോൺസ് മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് 4 എണ്ണമാണ്. ഓക്കെ, എന്താണ് പ്ലാന്റ് ഹോർമോൺസ്? ഹോർമോൺസ് എന്താണ്? ദേ ആർ കെമിക്കൽ കോമ്പൗണ്ട്സ് വിച്ച് ഹെൽപ്പ് ടു കോർഡിനേറ്റ് ഗ്രോത്ത്, ഡെവലപ്മെൻറ്റ് ആൻഡ് റെസ്പോൺസസ് ടു ദ എൻവയോൺമെൻറ്റ്. ഓക്കെ, നമ്മുടെ പ്ലാന്റ്സിലെ കോർഡിനേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കെമിക്കൽ സബ്സ്റ്റൻസുകളാണ് എന്ത്? ഹോർമോൺസ് എന്ന് പറയുന്നത്. ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ള പ്ലാന്റ് ഹോർമോൺസ്. ഇതിലും കൂടുതൽ ഹോർമോൺസ് ഉണ്ട് പ്ലാന്റിൽ, പക്ഷേ നമുക്ക് 4 എണ്ണം പഠിച്ചാൽ മതി. ഏതൊക്കെയാണ്? ഓക്സിൻ, ജിബെർലിൻ, സൈറ്റോകൈനിൻസ് ആൻഡ് അബ്സിസിക് ആസിഡ്. ഓക്കെ, ഇതിൽ ഈ ഫസ്റ്റ് 3 എണ്ണം ഓക്സിൻ, ജിബെർലിൻ ആൻഡ് സൈറ്റോകൈനിൻ, അതിനെ നമ്മൾ ഗ്രോത്ത് പ്രൊമോട്ടേഴ്സ് എന്നാണ് പറയുക. ഗ്രോത്ത് പ്രൊമോട്ടേഴ്സ്. ഓക്കെ, ഗ്രോത്ത് പ്രൊമോട്ടേഴ്സ് എന്നാണ് പറയുക. എന്തുകൊണ്ടാണ്? അവർ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്, ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ളവരാണ്. ദെൻ അബ്സിസിക് ആസിഡിനെ നമ്മൾ ഗ്രോത്ത് ഇൻഹിബിറ്റർ എന്നാണ് പറയുക. അബ്സിസിക് ആസിഡ് എന്താണ്? ഗ്രോത്ത് ഇൻഹിബിറ്റർ ആണ്. ഓക്കെ, ഗ്രോത്ത് ഇൻഹിബിറ്റർ ആണ്, ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് നമ്മൾ എന്തെന്ന് പറയും? ഇൻഹിബിറ്റിംഗ് ഹോർമോൺ എന്ന് പറയും. ഓക്കെ, ഗ്രോത്ത് ഇൻഹിബിറ്റർ ആണ്. ഓക്കെ, ഇനി ഓക്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്കറിയാം അവർ മെയിനായിട്ട് സിന്തസൈസ് ചെയ്യുന്നത് ഷൂട്ടിൻ്റെ ടിപ്പിലാണ്. ഓക്കെ, ഷൂട്ട് ടിപ്പിലാണ്. ഇതിപ്പോൾ ഒരു ഷൂട്ടാണെങ്കിൽ അതിൻ്റെ ടിപ്പിലായിരിക്കും അവരെന്ത് ചെയ്യുക? സിന്തസൈസ് ചെയ്യുക. ഓക്കെ, ഹെൽപ്സ് ടു സെൽ ടു ഗ്രോ ലോങ്ങർ, സെൽ ഇലോങ്ങേഷൻ, സെല്ലിൻ്റെ നീളം കൂട്ടുക എന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ? ഓക്സിൻ്റെ ഫംഗ്ഷൻ.
ഓക്കെ, സെല്ലിൻ്റെ നീളം, സെൽ ഇലോങ്ങേഷൻ ആണ് ഓക്സിൻ്റെ മേജർ ഫംഗ്ഷൻ. ദെൻ ഈ ഫോട്ടോട്രോപ്പിസം, നമ്മൾ ഫോട്ടോട്രോപ്പിസം പറഞ്ഞു അല്ലേ, ഷൂട്ട് എന്താണ് സൺലൈറ്റിൻ്റെ ഡയറക്ഷനിലേക്ക് ഗ്രോ ചെയ്യുന്നു, അതാണ് ഫോട്ടോട്രോപ്പിസം. ഈ ഫോട്ടോട്രോപ്പിസത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോണാണ് ഓക്സിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഓക്സിൻ എങ്ങനെയാണ് നമ്മുടെ ഫോട്ടോട്രോപ്പിസത്തിന് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് നോക്കിയാൽ, ഫോട്ടോട്രോപ്പിസം എന്താണ് സൺലൈറ്റിൻ്റെ ഡയറക്ഷനിലേക്ക് ഷൂട്ട് ഗ്രോ ചെയ്യുന്നു. അപ്പോൾ നമുക്കറിയാം, ഇത് കണ്ടോ ഇവിടെ ഈ ഡോട്ട് പോലെ കാണിച്ചിരിക്കുന്നത് ഓക്സിൻ ആണ്. ഷൂട്ടിൻ്റെ ടിപ്പിൽ എന്താണ് ഓക്സിൻ സിന്തസൈസ് ചെയ്യുന്നു. ആൻഡ് സൺലൈറ്റ് കിട്ടിക്കഴിയുമ്പം കണ്ടോ ഇവിടുന്ന് ഈ ഡയറക്ഷനിലേക്ക് സൺലൈറ്റ് കിട്ടാൻ തുടങ്ങി, ഈ ഡയറക്ഷനിൽ നിന്ന് സൺലൈറ്റ് കിട്ടാൻ തുടങ്ങി. അപ്പോൾ അവരെന്ത് ചെയ്യും, ഈ ഷൂട്ടിൻ്റെ ടിപ്പിൽ സിന്തസൈസ് ചെയ്ത ഓക്സിൻ എന്ത് ചെയ്യും, ഈ ഒരു ഡാർക്കർ സൈഡിലേക്ക്, ഓക്കെ, അതായത് സൺലൈറ്റ് കിട്ടാത്ത ഓപ്പോസിറ്റ് സൈഡിലേക്ക് അവർ കോൺസെൻട്രേറ്റ് ചെയ്യും. ഓക്കെ, കോൺസെൻട്രേറ്റ് ചെയ്യും. ഇവരുടെ മെയിൻ ഫംഗ്ഷൻ എന്താണ്, സെൽ ഇലോങ്ങേഷൻ ആണ് അല്ലേ. ഓക്സിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്താണ്, സെൽ ഇലോങ്ങേഷൻ ആണ്. സെൽ ഇലോങ്ങേഷൻ ആണ് ഓക്സിൻ്റെ മെയിൻ ഫംഗ്ഷൻ. അപ്പോൾ അവരിവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്താ സംഭവിക്കുക, ഇവിടെയുള്ള സെൽസിന് ഇലോങ്ങേഷൻ സംഭവിക്കും. ഓക്കെ, ഇവിടെയുള്ള ഈ സൈഡിലുള്ള സെൽസിൻ്റെ എന്താണ് ലോങ്ങർ ആവും, ഓക്കെ, നീളം കൂടും, ഓക്കെ, ഇലോങ്ങേഷൻ സംഭവിക്കും. അപ്പോൾ അവരെന്താണ് ആ ഒരു സൈഡിലേക്ക് ബെൻഡ് ചെയ്ത് ഗ്രോ ചെയ്യും. ഓക്കെ, ആ ഒരു സൈഡിലേക്ക്, ആ സൺലൈറ്റിൻ്റെ ഡയറക്ഷനിലേക്ക് ബെൻഡ് ചെയ്ത് എന്താണ് ഗ്രോ ചെയ്യും. ഇതാണ് ഫോട്ടോട്രോപ്പിസം. അപ്പോൾ ഫോട്ടോട്രോപ്പിസത്തിൻ്റെ കാരണക്കാരൻ ആരാണ്, ഓക്സിൻ ആണ് അല്ലേ. ഓക്സിൻ ആണ്. ഓക്സിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്താണ്, സെൽ ഇലോങ്ങേഷൻ ആണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ഹോർമോൺ നോക്കുകയാണെങ്കിൽ ജിബെർലിൻ. ഓക്കെ, ജിബെർലിൻ എന്ന് പറയുന്നത് അതൊരു ഗ്രോത്ത് പ്രൊമോട്ടർ ആണ്. അവരുടെ മെയിൻ ഫംഗ്ഷൻ നമ്മൾ മേജറായിട്ട് പറയാം സീഡ് ജെർമിനേഷൻ ആണ്. ഓക്കെ, ഇപ്പം നമുക്കറിയാം ഒരു ഫേവറബിൾ കണ്ടീഷൻ, എയർ, മോയ്സ്ചർ, എന്താണ് വാംത്ത് ഒന്നും കിട്ടാതെ ഒരു സീഡ് എന്ത് ചെയ്യില്ല, ജെർമിനേറ്റ് ചെയ്യില്ല. ഓക്കെ, പുതിയ എന്താണ് അതിന് സ്പ്രൗട്ട്സ് ഒന്നും വരത്തില്ല. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഫേവറബിൾ കണ്ടീഷൻസ് അല്ലേ, ഈ വാട്ടർ അതുപോലെ തന്നെ എയർ, വാംത്ത് ഒക്കെ കിട്ടി, ഫേവറബിൾ കണ്ടീഷൻസ് കിട്ടി കഴിയുമ്പം ഈ സീഡ് ജെർമിനേറ്റ് ചെയ്യും. ഓക്കെ, സീഡ് എന്ത് ചെയ്യും, അതിന് സ്പ്രൗട്ട്സ് വരും. ആ സീഡ് ജെർമിനേഷന് ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോണാണ് ആര്, ജിബെർലിൻ എന്ന് പറയുന്നത്. ഓക്കെ, അവരെന്ത് ചെയ്യും, സീഡ് ഡോർമൻസീനെ ബ്രേക്ക് ചെയ്യും. ബ്രേക്ക് സീഡ് ഡോർമൻസി. സീഡ് ഡോർമൻസി എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ സീഡായിട്ട് തന്നെ ഇരിക്കില്ലേ, സീഡ് ജെർമിനേറ്റ് ചെയ്യാതെ വെറുതെ സീഡായിട്ട് തന്നെ ഇരിക്കത്തില്ലേ, അതിനെയാണ് നമ്മൾ ഡോർമൻസി എന്ന് പറയുക. ഒരു ഇനാക്റ്റീവ് കണ്ടീഷൻ, അവിടെ എന്താണ് ഗ്രോത്തോ കാര്യങ്ങളോ ഒന്നും നടക്കുന്നില്ല, അപ്പം അതാണ് ഡോർമൻസി എന്ന് പറയുക. അപ്പോൾ ആ ഡോർമൻസിനെ ബ്രേക്ക് ചെയ്തിട്ട് എന്താണ് സീഡ് ജെർമിനേഷൻ അവിടെ നടക്കുകയാണ് അല്ലേ. സീഡ് എന്താണ് ലീവിങ് ക്യാരക്ടേഴ്സൊക്കെ കാണിക്കാൻ തുടങ്ങുകയാണ്. ഓക്കെ, സോ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺ ആണ് ആരെന്ന് പറയുന്നത്, നമ്മുടെ ജിബെർലിൻ എന്ന് പറയുന്നത്. ഓക്കെ, അവരുടെ മെയിൻ ഫംഗ്ഷൻ എന്താണ്, ബ്രേക്ക് സീഡ് ഡോർമൻസി, ഹെൽപ്സ് ഇൻ സീഡ് ജെർമിനേഷൻ. ഓക്കെ, ദെൻ നോക്കിയാൽ അടുത്ത ഹോർമോൺ എന്ന് പറയുന്നത് സൈറ്റോകൈനിൻ ആണ്. സൈറ്റോകൈനിൻ്റെ മെയിൻ ഫംഗ്ഷൻ സെൽ ഡിവിഷൻ ആണ്. ഓക്കെ, സെൽ ഡിവിഷൻ ആണ് ആരുടെ ഫംഗ്ഷൻ, സൈറ്റോകൈനിൻ്റെ ഫംഗ്ഷൻ. സൈറ്റോ എന്ന് വെച്ചാൽ സെൽ എന്നാണ് അർത്ഥം, കൈനിൻ എന്ന് വെച്ചാൽ ഡിവിഷൻ എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ആ പേരിൽ നിന്ന് തന്നെ സൈറ്റോകൈനിൻ്റെ ഫംഗ്ഷൻ കിട്ടിയല്ലോ. സെൽ ഡിവിഷൻ ആണ് ആരുടെ ഫംഗ്ഷൻ, സൈറ്റോകൈനിൻ്റെ ഫംഗ്ഷൻ. ഓക്കെ, പ്രസൻറ്റ് ഇൻ ഗ്രേറ്റർ കോൺസെൻട്രേഷൻ ഇൻ ഫ്രൂട്ട്സ് ആൻഡ് സീഡ്സ്. ഫ്രൂട്ട്സിലും സീഡ്സിലും ഒക്കെ എന്താണ് ഇവരുടെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് അബ്സിസിക് ആസിഡ്. നമ്മൾ അബ്സിസിക് ആസിഡിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു എന്ത്, അവരൊരു ഗ്രോത്ത് ഇൻഹിബിറ്റർ ആണ് അല്ലേ. നമ്മൾ ഇപ്പോൾ കണ്ട ഓക്സിനും ജിബെർലിനും സൈറ്റോകൈനിനും എന്താണ്, സൈറ്റോകൈനിനും ഗ്രോത്ത് പ്രൊമോട്ടേഴ്സ് ആണ്. ഓക്സിൻ്റെ ഫംഗ്ഷൻ എന്തായിരുന്നു, സെൽ ഇലോങ്ങേഷൻ, ഫോട്ടോട്രോപ്പിസത്തിന് ഹെൽപ്പ് ചെയ്യും. അവിടെ ഗ്രോത്ത് നടക്കുന്നുണ്ട് അല്ലേ, ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യാണ്. സോ അതെന്താണ്, ഒരു ഗ്രോത്ത് പ്രൊമോട്ടർ ആണ്. ഓക്കെ, ഇനി നമ്മൾ സൈറ്റോകൈനിൻ്റെ കാര്യം പറഞ്ഞാൽ സെൽ ഡിവിഷൻ ആണ് ഫംഗ്ഷൻ അല്ലേ. ഒരു പ്ലാന്റ് ഗ്രോ ചെയ്യണമെങ്കിൽ എന്താണ്, അവിടെ കൂടുതൽ സെൽസ് വേണം അല്ലേ, കൂടുതൽ സെൽസ് വേണം. അപ്പോൾ അവിടെ സെൽ ഡിവിഷൻ നടന്ന് സെൽസിൻ്റെ നമ്പർ ഇൻക്രീസ് ചെയ്യിക്കാൻ സഹായിക്കുന്ന ആളാണ് സൈറ്റോകൈനിൻ. സോ അതും എന്താണ്, അതും ഒരു ഗ്രോത്ത് പ്രൊമോട്ടറാണ്. ഓക്കെ, ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആളാണ്. ഇനി നമ്മൾ ജിബെർലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എന്താണ്, സീഡ് ജെർമിനേഷൻ അല്ലേ. ഒരു സീഡിന് സ്പ്രൗട്ട്സ് ഒക്കെ വന്നിട്ട് അതെന്താണ് ഗ്രോ ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ്. അപ്പോൾ ജിബെർലിനും ആരാണ്, ഒരു ഗ്രോത്ത് പ്രൊമോട്ടറാണ്. ഇനി അബ്സിസിക് ആസിഡ് എന്താണ്, ഒരു ഗ്രോത്ത് ഇൻഹിബിറ്റർ ആണ് അല്ലേ. ഇൻഹിബിറ്റ് ഗ്രോത്ത് ഇൻഹിബിറ്റർ ആണ്. ഓക്കെ, അതെന്തുകൊണ്ടായിരിക്കും നമ്മൾ പറയുക, ജിബെർലിൻ പറഞ്ഞപ്പോൾ പറഞ്ഞു ഇറ്റ് മേക്സ് എന്താണ്, ഇറ്റ് ബ്രേക്ക് സീഡ് ഡോർമൻസി അല്ലേ. സീഡിനെ ആ ഒരു ഇനാക്റ്റീവ് കണ്ടീഷൻ ബ്രേക്ക് ചെയ്തിട്ട് എന്താണ് ലീവിങ് പ്രോപ്പർട്ടീസ്, അത് ലീവിങ് ക്യാരക്ടേഴ്സ് ഒക്കെ കാണിച്ച് തുടങ്ങുകയാണ് അല്ലേ ജെർമിനേഷൻ വഴി. പക്ഷേ നമ്മുടെ അബ്സിസിക് ആസിഡ് എന്താ ചെയ്യുന്നത് വെച്ചാൽ സീഡിനെ ആ ഒരു ഡോർമൻ കണ്ടീഷനിൽ പിടിച്ചു നിർത്തുന്ന ആളാണ് ആര്, അബ്സിസിക് ആസിഡ്. അതായത് സീഡ് ഡോർമൻസി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ, നമ്മുടെ അബ്സിസിക് ആസിഡിൻ്റെ ഫംഗ്ഷൻ. ഓക്കെ, അബ്സിസിക് ആസിഡിൻ്റെ ഫംഗ്ഷൻ എന്താണ്, ഇത് എന്താണ്, മെയിൻറ്റെയിൻ പ്രൊമോട്ട് സീഡ് ഡോർമൻസി.
ഓക്കെ, സീഡിൻ്റെ ഡോർമൻസി പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുക, അതായത് ഫേവറബിൾ കണ്ടീഷൻസ് വരുന്നത് വരെ സീഡിനെ ജെർമിനേറ്റ് ചെയ്യാതെ പിടിച്ച് വെക്കുകയാണ് ആരുടെ ഇത് നമ്മുടെ അബ്സിസിക് ആസിഡിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഫോളിങ് ഓഫ് ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ് ഫ്രം പ്ലാന്റ്സ് ഒക്കെ ഡ്യൂ ടു അബ്സിസിക് ആസിഡ്. നമുക്കറിയാം ഒരു മെച്യൂരിറ്റി അല്ലെ മെച്യൂർ ആയി കഴിയുമ്പം ലീവ്സും ഫ്രൂട്ട്സും ഒക്കെ എന്ത് ചെയ്യും, ആ ഒരു പ്ലാന്റിൽ നിന്ന് ഫോൾ ചെയ്യും അല്ലേ, എന്താണ് കൊഴിഞ്ഞു പോകും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? അബ്സിസിക് ആസിഡാണ്. ഓക്കെ, അതിന് വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നത് അബ്സിസിക് ആസിഡാണ്. ഓക്കെ, അപ്പോൾ പ്ലാന്റ് ഹോർമോൺസ് ഏതൊക്കെയാണെന്ന് നോക്കിക്കേ, പെട്ടെന്ന് നോക്കിയാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 പ്ലാന്റ് ഹോർമോൺസ് ഏതൊക്കെയാണ്? ഓക്സിൻ, ജിബെർലിൻ, സൈറ്റോകൈനിൻ ആൻഡ് അബ്സിസിക് ആസിഡ്. ഓക്സിൻ്റെ ഫംഗ്ഷൻ എന്താണ്? സെൽ ഇലോങ്ങേഷൻ ആണ്. ഓക്കെ, ഫോട്ടോട്രോപ്പിസത്തിന് ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ഓക്സിൻ ആണ്. ദെൻ ജിബെർലിൻ എന്ന് പറയുമ്പോൾ അതൊരു ഗ്രോത്ത് പ്രൊമോട്ടർ ആണ്. അവരുടെ മെയിൻ ഫംഗ്ഷൻ എന്താണ്? ഈ ജി വെച്ച് ഓർത്ത് വയ്ക്കുക, ജെർമിനേഷൻ ആണ്, സീഡ് ജെർമിനേഷൻ ആണ് അല്ലേ. സീഡ് ഡോർമസി ബ്രേക്ക് ചെയ്തിട്ട് എന്താണ് സീഡിനെ ജെർമിനേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ആളാരാണ്? ആര്? ജിബെർലിൻ എന്ന് പറയുന്നത്. ദെൻ പിന്നെ സൈറ്റോകൈനിൻ. ഓക്കെ, സൈറ്റോകൈനിൻ എന്ന് പറയുന്നത് നമ്മുടെ സെൽ ഡിവിഷൻ, അതും എന്താണ്? ഒരു ഗ്രോത്ത് പ്രൊമോട്ടറാണ്. സെൽ ഡിവിഷന് ഹെൽപ്പ് ചെയ്യുന്നത്. സെല്ല് ഡിവൈഡ് ചെയ്ത് എന്താണ്? സെല്ലിൻ്റെ നമ്പർ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അവരെന്ത് ചെയ്യും? അവർ എന്താണ്? സെല്ലിൻ്റെ നമ്പർ ഇൻക്രീസ് ചെയ്യുമ്പോൾ അവിടെ പ്ലാന്റ് ഗ്രോത്ത് നടക്കുമല്ലോ അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് സൈറ്റോകൈനിൻ എന്ന് പറയുന്നത്. ദെൻ അബ്സിസിക് ആസിഡ് എന്താണ്? ഒരു ഗ്രോത്ത് ഇൻഹിബിറ്റർ ആണ്. സീഡിനെ ആ ഒരു ഡോർമൻ കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ് ആര്? അബ്സിസിക് ആസിഡ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ള പ്ലാന്റ് ഹോർമോൺസ്. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ഒരാളെയും കൂടെ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചോ, അറിഞ്ഞു വെച്ചോ. അയാളാണ് ആര്? അയാളാണ് നമ്മുടെ എത്തിലിൻ. ഓക്കെ, നിങ്ങൾ അറിഞ്ഞു വെച്ചു. ഇത്രയും ഹോർമോൺസ് പഠിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ഒരാളെയും കൂടെ അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ്. എതിലിൻ ഒരു ഗേഷ്യസ് ഹോർമോൺ ആണ് കേട്ടോ. ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള ഒരു ഹോർമോണാണ് ആര്? എതിലിൻ എന്ന് പറയുന്നത്. നമ്മുടെ ഫ്രൂട്ടിൻ്റെ ഒക്കെ റൈപ്പണിങ്ങിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോണാണ് എതിലിൻ. ഓക്കെ, ഫ്രൂട്ട് റൈപ്പണിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോണാണ് ആര്? എതിലിൻ. ഓക്കെ, ദെൻ ഇനി നമ്മൾ നോക്കുന്നത് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആണ്. ഓക്കെ, പ്ലാന്റ്സിലുള്ള ഹോർമോൺസ് ആണ്. ഹോർമോൺസ് ഇൻ ആനിമൽസ്, അതായത് നമ്മൾ ഹ്യൂമൻസിലെ തന്നെ എൻഡോക്രൈൻ ഗ്ലാൻഡ്സും അവരുടെ ഹോർമോൺസും ആണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഹോർമോൺസ് എന്താണ്? കെമിക്കൽ സബ്സ്റ്റൻസസ് ആണ് അല്ലേ. കെമിക്കൽ സബ്സ്റ്റൻസസ് ആണ്. ഹോർമോൺസ് ആർ ദ കെമിക്കൽ സബ്സ്റ്റൻസസ് വിച്ച് coordinate the activities of living organism and also their growth. ഇനി ഈ ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യുന്നത് ആരാണ്? എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആണ്. ഓക്കെ, എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. എന്തുകൊണ്ടാണ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എന്ന് പറയുന്നത്? ദേ ആർ ഡക്ട്ലെസ് ഗ്ലാൻഡ്സ്. ഓക്കെ, ഡക്റ്റുകൾ ഇല്ലാത്ത ഗ്ലാൻഡ്സ് ആണ് എന്ത്? എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എന്ന് പറയുക. ഡക്റ്റുകൾ ഇല്ലാന്ന് വെച്ചാൽ ഈ ഹോർമോൺസ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസിനെ അവരെന്ത് ചെയ്യും? ഡയറക്റ്റ് ആയിട്ട് ബ്ലഡിലേക്കായിരിക്കും റിലീസ് ചെയ്യുക. അവിടെ വേറെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡക്റ്റുകളൊന്നുമില്ല. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഡക്ട്ലെസ് ഗ്ലാൻഡ്സ് എന്ന് പറയാം. എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എന്താണ്? they produce hormones into the blood. ഡയറക്റ്റ് ആയിട്ട് ബ്ലഡിലേക്കാണ് റിലീസ് ചെയ്യുക. സോ എന്താണ്? നമ്മൾ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് അല്ലെങ്കിൽ ഡക്ട്ലെസ് ഗ്ലാൻഡ്സ് എന്ന് പറയും. ഓക്കെ, ഇനി ഇതാണ് മെയിനായിട്ട് ഹ്യൂമൻ ബീങ്സിലുള്ള ഗ്ലാൻഡുകളാണ് ഇതൊക്കെ. ഓക്കെ, ഏതൊക്കെയാണ്? നമ്മുടെ ഹെഡിൽ തന്നെ, ഹെഡ് റീജിയനിൽ ഏതൊക്കെ ഗ്ലാൻഡുകൾ വരുന്നുണ്ട്? പീനിയൽ ഗ്ലാൻഡ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, ഹൈപ്പോതലാമസ്, തൈറോയിഡ്, പാരാതൈറോയിഡ്, തൈമസ്. ദെൻ ഇവിടെ നോക്കിയാൽ നമ്മുടെ അബ്ഡോമൻ റീജിയനിൽ പാൻക്രിയാസ് ഉണ്ട്, ഇവിടെ അഡ്രിനൽ ഗ്ലാൻഡ് ഉണ്ട്. ദെൻ മെയിൽസിൽ എന്താണ്? ടെസ്റ്റിസ് ഉണ്ട്. ഫീമെയിൽസിൽ എന്താണ്? ടെസ്റ്റിസിന് പകരം ഓവറി ആൻഡ് യൂട്രസ് ആണ്. ഓക്കെ, ആ നമ്മുടെ സെക്സ് ഓർഗൻസിൽ അല്ലെങ്കിൽ സെക്സ് ഹോർമോൺസിനെ റിലീസ് ചെയ്യുന്ന ഗ്ലാൻഡ്സിൽ മാത്രമേ മെയിൽ ആൻഡ് ഫീമെയിലിൽ ഡിഫറൻസ് വരത്തുള്ളൂ. ബാക്കി എല്ലാ ഗ്ലാൻഡ്സും എന്താണ്? രണ്ടുപേരിലും സിമിലർ ആണ് അല്ലേ, സെയിം ആണ്. ഓക്കെ, ഇനി ഓരോ ഗ്ലാൻഡ്സിൻ്റെയും നമുക്ക് പഠിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹോർമോൺസ് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് തൈറോക്സിൻ ആണ്. ഓക്കെ, തൈറോക്സിൻ ആണ് ഫസ്റ്റ് ഹോർമോൺ. തൈറോക്സിനെ സെക്രീറ്റ് ചെയ്യുന്ന ഗ്ലാൻഡാണ് നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡ്. നമ്മുടെ ഈ നെക്കിൽ കാണുന്ന, ത്രോട്ടിൻ്റെ ഈ നെക്ക് റീജിയണിൽ കാണുന്നത് കണ്ടോ, ഈ ഒരു ബട്ടർഫ്ലൈ ഷേപ്പിൽ കാണുന്ന ഗ്ലാൻഡാണ് ഏത്? നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡ്. ബട്ടർഫ്ലൈയുടെ ഒരു ഷേപ്പില്ലേ, ബട്ടർഫ്ലൈ ഗ്ലാൻഡ് എന്നൊക്കെ പറയാറുണ്ട് ആ ഷേപ്പ് കാരണം. സോ ദിസ് ഈസ് ദ തൈറോയിഡ് ഗ്ലാൻഡ് ആൻഡ് അവരുടെ ഹോർമോൺ ഏതാണ്? തൈറോയിഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ആണ് ഏത്? തൈറോക്സിൻ.
തൈറോക്സിൻ്റെ ഫംഗ്ഷൻ ഇനി അവരുടെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ നെക്ക് ഓർ ത്രോട്ട് റീജിയൻ, ഓക്കെ, നമ്മുടെ നെക്കിൻ്റെ റീജിയനിലാണ് കാണാൻ പറ്റുക. ദെൻ അവരുടെ ഫംഗ്ഷൻ ഈ തൈറോക്സിൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ ഫംഗ്ഷനാണ് റെഗുലേഷൻ ഓഫ് മെറ്റാബോളിസം. ഓക്കെ, മെറ്റാബോളിസം നമ്മുടെ ബോഡിയിൽ നടക്കുന്ന എല്ലാ കെമിക്കൽ റിയാക്ഷൻസിനെയും കൂടെ നമ്മൾ ഓൾ ടുഗദർ പറയുന്നതാണ് മെറ്റാബോളിസം എന്ന്. അപ്പോൾ ആ ഒരു മെറ്റാബോളിസം മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ് അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്യുന്ന ആളാണ് ആര്? തൈറോക്സിൻ എന്ന് പറയുന്നത്. ഓക്കെ, മെറ്റാബോളിസം ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റ്സ് ആൻഡ് പ്രോട്ടീൻ. ഓക്കെ, കാർബോഹൈഡ്രേറ്റ്സിൻ്റെയും ഫാറ്റ്സിൻ്റെയും പ്രോട്ടീൻസിൻ്റെയും മെറ്റാബോളിസത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ആര്? തൈറോക്സിൻ. അപ്പോൾ തൈറോക്സിൻ എന്താണ്? ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹോർമോണാണ്. സെക്രീറ്റ് ചെയ്യുന്നത് തൈറോയിഡ് ഗ്ലാൻഡ് ആണ്. നമ്മുടെ നെക്ക് റീജിയനിൽ കാണുന്ന ഗ്ലാൻഡ് ആണ് തൈറോയിഡ് ഗ്ലാൻഡ്. ആൻഡ് അവരുടെ ഫംഗ്ഷൻ എന്താണ്? മെറ്റാബോളിസം ഓഫ് റെഗുലേറ്റ് ദ മെറ്റാബോളിസം ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ് ആൻഡ് ഫാറ്റ്സ്. ഓക്കെ, അപ്പോൾ തൈറോക്സിൻ കഴിഞ്ഞാൽ നമ്മുടെ നെക്സ്റ്റ് ഹോർമോൺ എന്ന് പറയുന്നത് ഗ്രോത്ത് ഹോർമോൺ ആണ്. ഓക്കെ, ഗ്രോത്ത് ഹോർമോൺ ആണ്. ഗ്രോത്ത് ഹോർമോണിനെ സെക്രീറ്റ് ചെയ്യുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് കണ്ടോ, നമ്മുടെ ഹെഡ് റീജിയണിൽ കാണുന്ന ഈ ഒരു ചെറിയ ഗ്ലാൻഡ് ആണ് എന്ത്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ഏതാണ്? ഗ്രോത്ത് ഹോർമോൺ. ഓക്കെ, നമ്മൾ ഉണ്ടായ സമയത്ത് എന്തായിരുന്നു? നമ്മൾ ബേബീസ് ആയിരുന്നു അല്ലേ, കുഞ്ഞുങ്ങളായിരുന്നു. നമ്മൾ ഉണ്ടായപ്പോൾ ഇരിക്കുന്ന പോലെയാണോ നമ്മളിപ്പോൾ ഇരിക്കുന്നത്? അല്ല, നമ്മൾ ഗ്രോ ചെയ്തു അല്ലേ, ഗ്രോത്ത് നടന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്തത് ആരാണ്? നമ്മുടെ ഗ്രോത്ത് ഹോർമോൺ ആണ്. ഈ ഗ്രോത്ത് ഹോർമോണിനെ സെക്രീറ്റ് ചെയ്തത് ആരാണ്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ്. ഓക്കെ, അതിൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മിഡ് ബ്രെയിനിലാണ്. നമുക്കറിയാം ബ്രെയിനിന് 3 റീജിയൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ ആൻഡ് ഹൈൻഡ് ബ്രെയിൻ. അപ്പോൾ ആ മിഡ് ബ്രെയിനിൻ്റെ ആ ഒരു റീജിയനിൽ വരുന്നതാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. അവർ സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ് ഗ്രോത്ത് ഹോർമോൺ. ഫങ്ഷൻസ് എന്താണ്? റെഗുലേറ്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. നമ്മുടെ ബോഡിയുടെ ഗ്രോത്തും ഡെവലപ്മെൻറ്റും ഒക്കെ റെഗുലേറ്റ് ചെയ്യുന്ന ആളാണ് ആര്? ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് അല്ലെങ്കിൽ ഗ്രോത്ത് ഹോർമോൺ എന്ന് പറയുന്നത്. ഓക്കെ, ഗ്രോത്ത് ഹോർമോൺ എന്ത് ചെയ്യും? റെഗുലേറ്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് അഡ്രിനാലിൻ എന്ന് പറയുന്ന ഹോർമോൺ. അഡ്രിനാലിൻ എന്ന് പറയുന്നത് ഹോർമോൺ ആണ്. അഡ്രിനാലിനെ സെക്രീറ്റ് ചെയ്യുന്നത് ഗ്ലാൻഡ് ഏതാണ്? അഡ്രിനൽ ഗ്ലാൻഡ് ആണ്. ഓക്കെ, അഡ്രിനൽ ഗ്ലാൻഡ് ആണ്. റീനൽ എന്ന് വെച്ചാൽ കിഡ്നി എന്നാണ് അർത്ഥം. അപ്പോൾ ഇവർ നമ്മുടെ കിഡ്നിയുടെ പൊക്കത്ത്, ഇത് കിഡ്നിയാണ്, ഇത് കിഡ്നിയാണ്. ഈ ഒരു ബീൻ ഷേപ്പിൽ കാണിച്ചിരിക്കുന്നത് കിഡ്നിയാണ്. കിഡ്നിയുടെ പൊക്കത്തൊരു ക്യാപ്പ് പോലെ കാണിച്ചിരിക്കുന്നത് കണ്ടോ? ഇതാണ് നമ്മുടെ അഡ്രിനൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. സോ റീനൽ എന്ന് വെച്ചാൽ കിഡ്നി എന്നാണ് മീനിങ്. അപ്പോൾ കിഡ്നിയുടെ അടുത്തുള്ളത് കൊണ്ടാണ് അഡ്രിനൽ എന്ന് നമ്മൾ പറയുക, അഡ്രിനൽ ഗ്ലാൻഡ് എന്ന് പറയുക. അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ് അഡ്രിനാലിൻ എന്ന് പറയുന്നത്. അവരുടെ പൊസിഷൻ എവിടെയാണ്? ഈ അഡ്രിനൽ ഗ്ലാൻഡിൻ്റെ പൊസിഷൻ എവിടെയാണ്? എബോവ് ബോത്ത് കിഡ്നീസ് അല്ലേ. നമ്മുടെ കിഡ്നിയുടെ നമുക്കറിയാം പെയർ ഓഫ് കിഡ്നീസ് നമ്മുടെ ഹ്യൂമൻ ബീങ്സിൽ പ്രസൻ്റ് ആണ്. അവരുടെ പൊക്കത്ത് ഒരു ക്യാപ്പ് പോലെ കാണുന്നതാണ് ആര്? നമ്മുടെ ഈ ഒരു അഡ്രിനൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഇനി ഈ അഡ്രിനാലിൻ്റെ ഫങ്ഷൻസ് ആണ് റെഗുലേഷൻ ഓഫ് ഇൻക്രീസിങ് ഓഫ് ബ്ലഡ് പ്രഷർ, ഹാർട്ട് ബീറ്റ്, കാർബോഹൈഡ്രേറ്റ് മെറ്റാബോളിസം ഡ്യൂറിങ് എമർജൻസി സിറ്റുവേഷൻസിൽ. ഓക്കെ, ഇപ്പോൾ നമ്മൾ വഴി കൂടെ നടന്നു പോവാണ്, നമ്മളെ ഒരു പട്ടിയിട്ട് ഓടിച്ചു. ഓക്കെ, പട്ടിയിട്ട് ഓടിക്കുമ്പോൾ എന്താണ്? അവിടെ നമ്മുടെ ഹാർട്ട് ബീറ്റ് ഇൻക്രീസ് ചെയ്യും, നമ്മുടെ റെസ്പിറേഷൻ ബ്രീത്തിങ് റേറ്റ് ഇൻക്രീസ് ചെയ്യും അല്ലേ, നമ്മൾ സ്വെറ്റിങ് വരും, അവിടെ കുറേ ചേഞ്ചസ് നമ്മുടെ ബോഡിയിൽ സംഭവിക്കും അല്ലേ. നമ്മൾ പാനിക് ആകുമ്പോൾ അതൊരു എമർജൻസി സിറ്റുവേഷനാണ് അല്ലേ. ഈ ഒരു നമ്മളെ പട്ടിയിട്ട് ഓടിക്കുക എന്ന് പറയുന്നത് ഒരു എമർജൻസി സിറ്റുവേഷനാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഈ ഹാർട്ട് ബീറ്റ് അതുപോലെ തന്നെ ബ്രീത്തിങ് റേറ്റ് ഒക്കെ ഇൻക്രീസ് ചെയ്യാനായിട്ട് വരുന്ന ആളാണ്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ആ ഒരു എമർജൻസി സിറ്റുവേഷനെ ഫൈറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോണാണ് ആര്? നമ്മുടെ ഹോർമോണാണ് അഡ്രിനാലിൻ. ഓക്കെ, റെഗുലേഷൻ ഓർ ഇൻക്രീസിങ് ഓഫ് ബ്ലഡ് പ്രഷർ, ഹാർട്ട് ബീറ്റ്, കാർബോഹൈഡ്രേറ്റ് മെറ്റാബോളിസം ഡ്യൂറിങ് എമർജൻസി. അതുകൊണ്ട് തന്നെ ഈ അഡ്രിനാലിനെ നമ്മൾ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് ഹോർമോൺ എന്നും പറയും. എമർജൻസി നമുക്ക് ഫൈറ്റ് ചെയ്യാൻ അല്ലെ, എമർജൻസി സിറ്റുവേഷൻസിൽ ഫൈറ്റ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. സോ അതിനെ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് ഹോർമോൺ എന്നും കൂടി പറയും. ഓക്കെ, അതാണ് അപ്പോൾ നമ്മുടെ അഡ്രിനാലിനെ സെക്രീറ്റ് ചെയ്യുന്നത് ആരാണ്? അഡ്രിനൽ ഗ്ലാൻഡ് ആണ്. പൊസിഷൻ എവിടെയാണ്? കിഡ്നിയുടെ 2 കിഡ്നിയുടെയും പൊക്കത്താണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. എമർജൻസി സിറ്റുവേഷനിലാണ് എന്ത് ചെയ്യുക? അഡ്രിനാലിൻ സെക്രീറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് ഇൻസുലിൻ. ഇൻസുലിൻ എന്ന് പറയുന്നത് സെക്രീറ്റ് ചെയ്യുന്നത് നമ്മുടെ പാൻക്രിയാസ് ആണ്. നമ്മുടെ അബ്ഡോമൻ റീജിയനിൽ കാണുന്നതാണ്. നമ്മുടെ ഡൈജസ്റ്റീവ്, നമ്മുടെ സ്റ്റൊമക്കിൻ്റെ ഒക്കെ അടുത്തായിട്ട് കാണുന്ന ഒരാളാണ് പാൻക്രിയാസ് അല്ലേ. പാൻക്രിയാസിന് ഡൈജഷനിലും റോളുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പാൻക്രിയാസ് സെക്രീറ്റ് ചെയ്യുന്നതാണ് എന്ത്? ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ. അവരെന്ത് ചെയ്യും?
അവരുടെ പൊസിഷൻ എന്ന് പറയുന്നത് അബ്ഡോമൻ റീജിയനിലാണ്, സ്റ്റൊമക്കിൻ്റെ താഴെയായിട്ടാണ്. ദെൻ ബിലോ സ്റ്റൊമക്ക് എന്താണ് ഇവരുടെ ഫംഗ്ഷൻ എന്താണ്? റെഡ്യൂസസ് ആൻഡ് റെഗുലേറ്റ് ബ്ലഡ് ഷുഗർ ലെവൽ. നമ്മുടെ ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ ലെവൽ അല്ലെങ്കിൽ ഷുഗർ ലെവൽ കൂടുമ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടി വരുന്ന ഹോർമോണാണ് ആര്? ഇൻസുലിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബ്ലഡിൽ ഇവരുടെ ഫംഗ്ഷൻ എന്താണ്? ഇൻസുലിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ ലെവൽ കൂടിയാൽ അത് കുറയ്ക്കുക എന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ? ഇൻസുലിൻ്റെ ഫംഗ്ഷൻ. ഇൻസുലിനെ സെക്രീറ്റ് ചെയ്യുന്ന ഗ്ലാൻഡ് ഏതാണ്? പാൻക്രിയാസ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് സെക്സ് ഹോർമോൺ. സെക്സ് ഹോർമോൺ എന്ന് പറയുമ്പോൾ മെയിൽസിലും ഫീമെയിൽസിലും ഡിഫറെൻ്റ് ആണ്. മെയിൽസിൽ ഓക്കെ ടെസ്റ്റോസ്റ്റിറോൺ ആണ് മെയിൽ സെക്സ് ഹോർമോൺ. മെയിൽ സെക്സ് ഹോർമോൺ ഏതാണ്? ടെസ്റ്റോസ്റ്റിറോൺ ആണ്. ഓക്കെ, അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻഡ് ഏതാണ്? ടെസ്റ്റിസ് ആണ്. ഓക്കെ, മെയിൽ സെക്സ് ഓർഗൻ ആയിട്ടുള്ള ടെസ്റ്റിസ് ആണ് ടെസ്റ്റോസ്റ്റിറോൺ പ്രൊഡ്യൂസ് ചെയ്യുക. ലോവർ അബ്ഡോമൻ റീജിയൻ ആണ് അതിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത്. ദെൻ നമ്മുടെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് പ്യൂബേർട്ടിയുടെ സമയത്ത് അല്ലെങ്കിൽ അഡോളസെൻറ്റ് പീരീഡിൽ എന്താണ് നമ്മുടെ ബോഡിയിൽ കുറേ ചേഞ്ചസ് വരും അല്ലേ? ആ ചേഞ്ചസിനെയൊക്കെയാണ് നമ്മൾ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ചേഞ്ചസിനൊക്കെ അല്ലെങ്കിൽ സെക്ഷൽ മെച്യൂരിറ്റി ഒക്കെ അറ്റൈൻ ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോണാണ്, മെയിൽസിനെ ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോണാണ് ടെസ്റ്റോസ്റ്റിറോൺ. ആൻഡ് ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ടെസ്റ്റിസ്. ഫീമെയിൽസിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഫീമെയിൽ സെക്സ് ഹോർമോൺ. ടെസ്റ്റോസ്റ്റിറോൺ എന്താണ്? മെയിൽ സെക്സ് ഹോർമോൺ ആണ്. ഈസ്ട്രജൻ ആണ് ഫീമെയിൽ സെക്സ് ഹോർമോൺ. ഓക്കെ, ഫീമെയിൽ സെക്സ് ഹോർമോൺ ആരാണ്? ഈസ്ട്രജൻ ആണ്. അതിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? ഓവറീസ് ആണ്. ഓക്കെ, ഓവറീസ് ആണ്. ഫീമെയിൽസിൽ എന്താണ്? എ പെയർ ഓഫ് ഓവറീസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഓവറിയാണ് എന്ത് ചെയ്യുന്നത്? ഈസ്ട്രജനെ സെക്രീറ്റ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ എന്താണ്? ഫീമെയിൽസിൽ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ബോഡി ചേഞ്ചസിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോണാണ് ആര്? ഈസ്ട്രജൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമ്മൾ ഇനി നെക്സ്റ്റ് നോക്കാൻ വേണ്ടി പോകുന്നത് അയഡിൻ ആണ്. ഓക്കെ, നമ്മളിവിടെ തൈറോയിഡ് ഗ്ലാൻഡിനെ പറഞ്ഞല്ലോ. അയഡിൻ എന്ന് കേട്ടാൽ നിങ്ങൾ പെട്ടെന്ന് ഓർക്കേണ്ട ആളാണ് നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡ്. ഓക്കെ, തൈറോയിഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ആയിരുന്നു ഏത്? തൈറോക്സിൻ. ഓക്കെ, തൈറോക്സിൻ എന്താണ്? തൈറോയിഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ്. അപ്പോൾ ഈ തൈറോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അയഡിൻ വേണം. ഓക്കെ, അയഡിൻ വേണം. അയഡിൻ നമുക്ക് എവിടെ നിന്ന് കിട്ടും? ഫുഡിൽ നിന്നാണ് കിട്ടുന്നത്. ഓക്കെ, ഫുഡിൽ നിന്നാണ് അയഡിൻ കിട്ടുന്നത്. സോ ഈ അയഡിൻ വന്നില്ല, നമുക്ക് സഫീഷ്യൻറ്റ് ക്വാണ്ടിറ്റിയിൽ അയഡിൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യത്തില്ല? തൈറോക്സിൻ ഉണ്ടാവത്തില്ല. കാരണം അയഡിൻ ഉണ്ടെങ്കിലേ എന്തുണ്ടാകത്തുള്ളൂ? തൈറോക്സിൻ ഉണ്ടാകത്തുള്ളൂ. തൈറോക്സിൻ്റെ ഫംഗ്ഷൻ എന്തായിരുന്നു? കാർബോഹൈഡ്രേറ്റിൻ്റെയും പ്രോട്ടീൻ്റെയും ഫാറ്റിൻ്റെയും ഒക്കെ മെറ്റാബോളിസം ആയിരുന്നു. അപ്പോൾ അയഡിൻ ഇല്ലെങ്കിൽ എന്തുണ്ടാവില്ല? തൈറോക്സിൻ ഉണ്ടാവത്തില്ല. അപ്പോൾ നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡ് എന്ത് വിചാരിക്കും? തൈറോക്സിൻ ഉണ്ടാവുന്നില്ലല്ലോ, ഒന്ന് കുറച്ചുകൂടെ കൂടുതലായിട്ട് പണിയെടുത്തേക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവരങ്ങ് ഓവറായിട്ട് ആക്റ്റീവ് ആകാൻ തുടങ്ങും. ആ സമയത്ത് നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡ് എൻലാർജ് ചെയ്ത് വരും. ഓക്കെ, നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു കണ്ടീഷനാണ് ഇതെന്ന് പറയുന്നത്. തൈറോയിഡ് പേഷ്യൻസ് ഒക്കെ ഒരുപാടുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ നാട്. ഓക്കെ, അപ്പം എന്താണ്? ഇങ്ങനെ സ്വെല്ല് ചെയ്ത് വരും, അതായത് നമ്മുടെ നെക്കിൽ ഒരു സ്വെല്ലിങ് വരും, ബൾജ് ചെയ്ത് വരും. ഓക്കെ, നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡ് എൻലാർജ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പം എന്തുകൊണ്ടാണ്? അയഡിൻ ഡെഫിഷ്യൻസി കാരണമാണ്. അപ്പം സഫീഷ്യൻറ്റ് എമൗണ്ടിൽ നിങ്ങൾ അയഡൈസ്ഡ് സോൾട്ട് എന്നൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും വീട്ടിൽ. ഈ നമ്മുടെ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഉപ്പുണ്ടല്ലോ, സോൾട്ട്, അതിൻ്റെ കവറിൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അയഡൈസ്ഡ് സോൾട്ട് എന്ന് എഴുതിയിട്ടുണ്ടാവും. ഓക്കെ, അതെന്താണ്? സോൾട്ടിൽ അയഡിൻ കൂടി ചേർത്ത് തന്നിരിക്കുകയാണ്. ഇതിന് വേണ്ടിയിട്ട് അയഡിൻ ഡെഫിഷ്യൻസി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം നിങ്ങൾ ഓർത്ത് വയ്ക്കുക, അയഡിൻ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് എന്ത്? ഗോയിറ്റർ. എന്താണ് ഗോയിറ്റർ? എന്താണ്? ഇറ്റ് ഇസ് എ എൻലാർജ്മെൻറ്റ് ഓർ സ്വെല്ലിംഗ് ഓഫ് തൈറോയിഡ് ഗ്ലാൻഡ്. തൈറോയിഡ് ഗ്ലാൻഡ് സ്വെല്ല് ചെയ്ത് വരുന്നതാണ് ഗോയിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ പിന്നെ വരുന്ന ഒരു ഡിസീസ്ഡ് കണ്ടീഷനാണ് ഡയബറ്റിസ്. അതായത് ബ്ലഡിൽ എന്താണ്? ഗ്ലൂക്കോസിൻ്റെ ലെവൽ ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, ഇൻക്രീസ് ആയിട്ട് കൂടി നിൽക്കുകയാണ്, അത് കുറയുന്നില്ല. ചിലപ്പോൾ അതിന് പല കാരണങ്ങൾ കാണും. വേണമെങ്കിൽ നമ്മുടെ ഇൻസുലിൻ ഇനാക്റ്റീവ് ആയതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ സഫീഷ്യൻ്റ് എമൗണ്ടിൽ എന്താണ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാത്തത് കൊണ്ടായിരിക്കും. പല കാരണങ്ങളാൽ എന്താണ് ബ്ലഡിലെ ഷുഗറിൻ്റെ ലെവൽ കൂടി നിൽക്കുകയാണ്. ആ ഒരു കണ്ടീഷൻ ഗ്ലൂക്കോസ് ലെവൽ, ബ്ലഡിലെ ഗ്ലൂക്കോസിൻ്റെ ലെവൽ കൂടുന്നതിനെയാണ് നമ്മൾ ഡയബറ്റിസ് എന്ന് പറയുക. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിന് എന്ത് ചെയ്യും? ഇൻസുലിൻ നമ്മൾ എന്താണ് ഇൻജെക്ട് ചെയ്ത് കൊടുക്കും. നിങ്ങളുടെ വീട്ടിൽ ഗ്രാൻഡ് പേരൻസ് ഉണ്ടെങ്കിൽ ഇൻസുലിൻ ഇൻജെക്ഷൻ എടുക്കുന്നവരൊക്കെ കാണും, ഷുഗർ ലെവൽ കൂടുമ്പോൾ, ഗ്ലൂക്കോസിൻ്റെ ലെവൽ കൂടുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇതുപോലെയുള്ള എന്താണ് ഗ്ലൂക്കോസിൻ്റെ ലെവൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുറമേ നിന്ന് എന്താണ് ഇൻസുലിൻ ഇൻജെക്ഷൻസ് എടുക്കും. ഓക്കെ, അപ്പം അതാണ് ഡയബറ്റിസ്. ഡയബറ്റിസ് എന്താണ്?
ഡിസീസ് ഇൻ വിച്ച് ബ്ലഡ് ഷുഗർ ലെവൽ ഇൻക്രീസസ്. ഓക്കെ, ബ്ലഡ് ഷുഗർ ലെവൽ അല്ലെങ്കിൽ ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ ലെവൽ ഇൻക്രീസ് ചെയ്യുന്നതാണ്. കോസസ് എന്താണ്? ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ് ഇൻസുലിൻ ഹോർമോൺ. ഒന്നുകിൽ സഫീഷ്യൻറ്റ് ക്വാണ്ടിറ്റി സഫീഷ്യൻറ്റ് എമൗണ്ടിൽ പാൻക്രിയാസ് എന്ത് ചെയ്യുന്നില്ല, ഇൻസുലിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എന്താണ് അവിടെ ഉള്ളത് ഇനാക്റ്റീവ് ആയിട്ടുള്ള ഇൻസുലിൻ ആയിരിക്കും. ഓക്കെ, ബൈ പാൻക്രിയാസ് ദാറ്റ് ഈസ് റെസ്പോൺസിബിൾ ടു കൺട്രോൾ ബ്ലഡ് ഷുഗർ. ഇനി അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണ്? ഇൻജെക്ഷൻസ് ഓഫ് ഇൻസുലിൻ ഹോർമോൺ. എന്താണ് നമ്മൾ പുറമേന്ന് അല്ലേ, എന്താണ് ഇൻസുലിൻ ഇൻജെക്ഷൻസ്, ഇൻസുലിൻ ഇൻജെക്റ്റ് ചെയ്ത് കൊടുക്കും, അതാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയാം. ഇനി നെക്സ്റ്റ് ആണ് ഫീഡ്ബാക്ക് മെക്കാനിസം. ഓക്കെ, അപ്പം നമ്മളിവിടെ കുറേ കാര്യങ്ങൾ പഠിച്ചു. ഹോർമോൺസ് എന്താണ്, ഇപ്പം ഇൻസുലിൻ വന്ന് ബ്ലഡിൻ്റെ ഗ്ലൂക്കോസ് ലെവൽ കുറയ്ക്കുന്നു, തൈറോയിഡ് ഗ്ലാൻഡ് തൈറോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അങ്ങനെ പല കാര്യങ്ങൾ പഠിച്ചു അല്ലേ. പക്ഷേ ഇതിനെല്ലാത്തിനും എന്താണ്, ഒരു ബാലൻസ് വേണം. ഇപ്പം ഇൻസുലിൻ വന്നിട്ട് ഗ്ലൂക്കോസിൻ്റെ ലെവൽ കുറച്ചിട്ട് അങ്ങനെ ഒരു ലെവൽ കഴിഞ്ഞും പോയാൽ വീണ്ടും കുറച്ചാൽ ഒരു നോർമൽ ലെവലുണ്ടല്ലോ, ഗ്ലൂക്കോസ് നമ്മുടെ ബ്ലഡിൽ കാണേണ്ട ഒരു നോർമൽ ലെവൽ കാണും. അപ്പോൾ ഇൻസുലിൻ വന്നിട്ട് വീണ്ടും കുറച്ചാൽ ആ നോർമൽ ലെവലിലും താഴെ പോയാലും പ്രശ്നമാണ്. ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ ലെവൽ കൂടിയാലും പ്രശ്നമാണ്, ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ ലെവൽ കുറഞ്ഞാലും പ്രശ്നമാണ്. അതിനൊരു നോർമൽ ലെവലുണ്ട്. ആ നോർമൽ ലെവലിൽ എന്ത് ചെയ്യണം, ബ്ലഡിൻ്റെ ഗ്ലൂക്കോസ് ലെവൽ നിൽക്കണം. അത് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ മാത്രമല്ല, എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. എല്ലാത്തിനും ഒരു നോർമൽ റേറ്റ് ഉണ്ട്. ആ നോർമൽ റേറ്റിൽ നിന്ന് അത് കൂടാനും പാടില്ല, കുറയാനും പാടില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു ബാലൻസ് കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മെക്കാനിസമാണ് ഫീഡ്ബാക്ക് മെക്കാനിസം. ദ എക്സസ് ഓർ ഡെഫിഷ്യൻസി ഓഫ് ഹോർമോൺ ഹാസ് എ ഹാർംഫുൾ ഇഫക്റ്റ് ഓൺ അവർ ബോഡി. ഓക്കെ, ഇപ്പം എക്സസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇൻസുലിൻ തന്നെ, ഇൻസുലിൻ എക്സാമ്പിൾ എടുക്കുകയാണ്. ഇൻസുലിൻ ഓവറായിട്ട് പ്രൊഡ്യൂസ് ചെയ്താൽ, എക്സസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്താൽ എന്താണ്, നമ്മുടെ ബ്ലഡിൻ്റെ ഗ്ലൂക്കോസിൻ്റെ ലെവൽ എന്താണ്, ഒരുപാട് അങ്ങ് കുറഞ്ഞു പോകും. ഓക്കെ, ഒരുപാട് കുറഞ്ഞു, അപ്പോൾ കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമാണ് അല്ലേ. അത് ആ ഒരു നോർമൽ ആവശ്യത്തിന് മതി, എന്തായാലും ആവശ്യത്തിന് മതി. ദ എക്സസ് ഓർ ഡെഫിഷ്യൻസി ഓഫ് ഹോർമോൺസ് ഹാസ് എ ഹാർംഫുൾ ഇഫക്റ്റ് ഓൺ അവർ ബോഡി. ഫീഡ്ബാക്ക് മെക്കാനിസം മേക്സ് ഷുവർ ദാറ്റ് ഹോർമോൺസ് ഷുഡ് ബി സെക്രീറ്റഡ് ഇൻ പ്രിസൈസ് ക്വാണ്ടിറ്റി. ഫീഡ്ബാക്ക് മെക്കാനിസം എന്താണ് എൻഷുർ ചെയ്യുന്നത്, ഓരോ ഹോർമോണും അതിൻ്റെ കറക്റ്റ് ക്വാണ്ടിറ്റിയിലാണ് സെക്രീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് എൻഷുർ ചെയ്യുന്ന ഒരു മെക്കാനിസമാണ് ഫീഡ്ബാക്ക് മെക്കാനിസം. കൂടാനും പാടില്ല, കുറയാനും പാടില്ല. ഓക്കെ, ഇവിടെ നോക്കിയാൽ നമ്മുടെ ഫീഡ്ബാക്ക് മെക്കാനിസത്തിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇവിടെ ഇൻസുലിനാണ് എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത്. ഇൻസുലിൻ എക്സാമ്പിൾ എടുത്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. ബ്ലഡ് ഷുഗർ ലെവൽ, ഓക്കെ, ബ്ലഡ് ഷുഗർ ലെവൽ കൂടിയിട്ട് ഇൻസുലിൻ വന്നു, അതിനെ കുറയ്ക്കുന്നു. ഓക്കെ, അപ്പോൾ അവിടെ നടക്കുന്ന ഫീഡ്ബാക്ക് മെക്കാനിസമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഷുഗർ ലെവൽ ഇൻ ദ ബ്ലഡ് റൈസസ്. ഓക്കെ, ബ്ലഡിൽ എന്താണ്, ഷുഗറിൻ്റെ ലെവൽ ഇൻക്രീസ് ചെയ്തു. അതിനെ ആര് ഡിറ്റക്റ്റ് ചെയ്യുന്നു, നമ്മുടെ പാൻക്രിയാസിൻ്റെ സെൽസ് ഡിറ്റക്റ്റ് ചെയ്യുന്നു. അവരെന്തിനു വേണ്ടിയിട്ടാണ് ഡിറ്റക്റ്റ് ചെയ്യുന്നത്, ബ്ലഡിൻ്റെ ഗ്ലൂക്കോസ് ലെവൽ കൂടിയാൽ കുറയ്ക്കാൻ വരുന്നത് ഇൻസുലിനാണ്. ഇൻസുലിനെ സെക്രീറ്റ് ചെയ്യേണ്ടത് ആരാണ്, പാൻക്രിയാസ് ആണ്. ഇൻസുലിനെ സെക്രീറ്റ് ചെയ്യേണ്ടത് ആരാണ്, പാൻക്രിയാസ് ആണ്. ഓക്കെ, അപ്പം ഷുഗർ ലെവൽ, ബ്ലഡിലെ ഷുഗർ ലെവൽ എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. ബ്ലഡ് ഷുഗർ ലെവൽ ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ബ്ലഡിലെ ഷുഗർ ലെവൽ ഇൻക്രീസ് ചെയ്തു, കൂടിയെന്ന് ആര് മനസ്സിലാക്കുന്നു, നമ്മുടെ പാൻക്രിയാസ് മനസ്സിലാക്കുന്നു. പാൻക്രിയാസിന് ആ ഒരു ഇൻഫർമേഷൻ കിട്ടിക്കഴിയുമ്പോൾ അവരെന്ത് ചെയ്യും, അവർ ഇൻസുലിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അവരെന്ത് ചെയ്യും, അവർ ഇൻസുലിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അവർ എന്താണ്, സിന്തസിസ് ഓഫ് ഇൻസുലിൻ, ഇൻസുലിൻ അവിടെ ഉണ്ടായി. ഇൻസുലിൻ വന്നു കഴിയുമ്പോൾ ഇവരെന്ത് ചെയ്യും, ഇവിടെ കൂടിയ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ അല്ലേ, ഷുഗറിൻ്റെ ലെവൽ എന്ത് ചെയ്യും, കുറച്ചിട്ട് നോർമൽ കണ്ടീഷനിലേക്ക് വരും. ഓക്കെ, സിന്തസിസ് ഓഫ് ഇൻസുലിൻ സിന്തസൈസ് ആയി കഴിയുമ്പോൾ അവരെന്താണ്, ബ്ലഡിൻ്റെ ഷുഗർ ലെവൽ കുറയ്ക്കുന്നു, നോർമൽ ലെവലിലേക്ക് വരുന്നു. അവിടെ നിന്നാൽ മതി. വീണ്ടും ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്താൽ എന്താ സംഭവിക്കുക, വീണ്ടും ഷുഗറിൻ്റെ ലെവൽ താഴേക്ക് പോവും, അതും ഡേഞ്ചറസ് ആണ്. അപ്പോൾ അതിൻ്റെ നോർമൽ ലെവലിൽ, ഷുഗർ ലെവലിൽ അത് അവിടെ നിൽക്കണം. ഓക്കെ, അപ്പോൾ എന്താണ്, അപ്പോൾ നോർമൽ ലെവലായി എന്ന് അവിടെ ആ ഒരു ഇൻഫർമേഷൻ പോകും, സ്വിച്ച് ഓഫ് ഫീഡ്ബാക്ക് സെൻഡ്. ഓക്കെ, ആ ഒരു നോർമൽ ലെവലായി കഴിയുമ്പം ആ ഒരു ഇൻഫർമേഷൻ, ഷുഗറിൻ്റെ ലെവൽ നോർമലായി എന്നുള്ള ഇൻഫർമേഷൻ ആര് ഡിറ്റക്റ്റ് ചെയ്യും, പാൻക്രിയാസ് ഡിറ്റക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ പാൻക്രിയാസിന് ആ ഒരു ഇൻഫർമേഷൻ കിട്ടിക്കഴിയുമ്പോൾ അവർ പിന്നെ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുമോ, ഇല്ല, സ്റ്റോപ്പ് സിഗ്നൽ കിട്ടിയല്ലേ. പാൻക്രിയാസിന് എന്ത് കിട്ടി, ബ്ലഡിൻ്റെ ഗ്ലൂക്കോസ് ലെവൽ നോർമലായി, ഇനി ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള കാര്യം ആർക്കും മനസ്സിലായി, പാൻക്രിയാസിന് മനസ്സിലായി. അപ്പോൾ അവർക്ക് ആ ഒരു ഇൻഫർമേഷൻ കിട്ടിക്കഴിയുമ്പോൾ അവർ എന്ത് ചെയ്യില്ല, ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യത്തില്ല. അതാണ് ഇവിടുന്ന് ഈ ഒരു ആരോ, സ്റ്റോപ്പ് സെക്രീറ്റിംഗ് മോർ ഇൻസുലിൻ. എക്സസ് ആയിട്ട് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഷുഗർ ലെവൽ നോർമലായി എന്നുള്ള ഇൻഫർമേഷൻ കിട്ടും. അപ്പോൾ അവർ അതെന്ത് ചെയ്യും, ആ ഒരു പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫീഡ്ബാക്ക് മെക്കാനിസം. ആ ഹോർമോൺ ലെവലൊക്കെ എന്താണ്, നോർമൽ ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ,
അപ്പോൾ ഇത്രയാണ് ഫീഡ്ബാക്ക് മെക്കാനിസം കൂടെ കൊണ്ട് നമ്മുടെ ആ ഒരു ചാപ്റ്റർ തീരുകയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്ന ഫസ്റ്റ് പാർട്ട്. ഇതിനു മുമ്പ് വേറൊരു ലൈവിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം അത് കാണുക, ദെൻ ഇത് കാണുക. അന്ന് നമുക്ക് കംപ്ലീറ്റ് പറയാനുള്ള സമയം കിട്ടിയില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക, നമ്മുടെ ലൈവ് ലൈക്ക് ചെയ്യുക. ഓക്കെ, ലൈവ് ലൈക്ക് ചെയ്യുക. ദെൻ നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ നമ്മുടെ ട്യൂഷൻ ബ്രില്യൻറ്റിൻ്റെ ട്യൂഷൻ പ്രോഗ്രാമിൽ ചേരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രില്യൻറ്റിൻ്റെ വെബ്സൈറ്റിൽ പോയി നോക്കാം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. എന്താ നമുക്കിനി വേറൊരു ചാപ്റ്ററുമായിട്ട് വേറൊരു ലൈവിൽ കാണാം. താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.